പുതുതായിട്ട് കണ്ടെത്തുന്ന മെറ്റീരിയൽസ് വരുമ്പോഴത്തേക്ക് കൺസ്ട്രക്ഷൻ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റും. ഇൻഫ്രയ്ക്കകത്ത് തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുത്താൻ പറ്റും. താഴെ വരുന്ന ടെൻഷൻ, ഈ 2 സൈഡിൽ വരുന്ന കംപ്രഷൻ, മേളിൽ വരുന്ന ടെൻഷൻ, അതായത് ഒരു 4 കമ്പി ഇട്ട് ജസ്റ്റ് ഒന്ന് വളച്ച് നോക്കിക്കഴിഞ്ഞാൽ എവിടെയൊക്കെ ഈ വളവ് അല്ലെങ്കിൽ ആ ടെൻഷനും നെഗറ്റീവായിട്ടുള്ള ഫോഴ്സസ് വരുന്നത്, നെഗറ്റീവ് മൊമെൻറ്റും പോസിറ്റീവ് മൊമെൻറ്റും എവിടെ വരുന്നു നോക്കി അവിടത്തേക്ക് വേണ്ടുന്ന എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ റീഇൻഫോഴ്സ്മെൻറ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർലി ഡിസൈൻഡായി. ഏറ്റവും കോമൺ ആയിട്ട് 2018 തൊട്ട് ഇന്ത്യയിൽ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയതാണ് റോഡ്സിന് വേണ്ടിയിട്ട്. ആഷ്തോ ഇതൊക്കെ വെച്ചിട്ട്, അതായത് നമ്മുടെ കോഡ്സ് ഉണ്ട്, ഇന്ത്യൻ റോഡ് കോൺഗ്രസിൻ്റെ ഒക്കെ ഇത് വെച്ചിട്ടുണ്ട്. സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് GFRJ അല്ലെങ്കിൽ ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പോളിമർ റീബാർ. 2008 ഓൺവേർഡ്സ് നമുക്ക് അമേരിക്കൻ കോൺക്രീറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ 440 IR50 അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് 10 രാജ്യങ്ങൾ ഉണ്ട്, ഇൻക്ലൂഡിങ് ജപ്പാൻ, ചൈന. ഇവരുടെ എല്ലാവരുടെയും കയ്യിൽ ഇതിൻ്റെ കോഡ്സ് ഉണ്ട്. ഇവരെല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട്. പല പല യൂസേജിനാണെന്ന് മാത്രം. മെറ്റീരിയൽ കോസ്റ്റ് മാറി. അപ്പം ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഒരു മീറ്ററിൻ്റെ മേളിൽ 30 രൂപ വരെ മാറും. എല്ലാവരും ചോദിക്കാറുണ്ട്, ഈ സാധനം വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ, ഇത് തറയിടാനല്ലേ കൊള്ളാവോ? തറയിടാൻ മാത്രമല്ല, ഇതിൻ്റെ ഫൈബർ സ്ട്രാൻഡ്സ് വെച്ച് ചുറ്റി ഒട്ടിച്ചെടുക്കാം, നട്ടും ബോൾട്ടും ചെയ്യാം, പ്ലേറ്റ്സ് വെച്ചിട്ട് ബോൾട്ട് ചെയ്യാം. സെമി റിജിഡായിട്ട് ഇതിന് വേണ്ടുന്ന എന്താ പറയുന്നത് റിവെറ്റ്സ് ഉണ്ട്, ഫൈബർ ഗ്ലാസിന് തന്നെ റിവെറ്റ്സ് ഉണ്ട്, അത് യൂസ് ചെയ്യുക. ഹലോ, വെൽക്കം അവർ ബിൽഡാർട്ട് പോഡ്കാസ്റ്റ്. ഇവിടെ സാധാരണ നമുക്കുള്ളത് എൻജിനീയേഴ്സ്, ഇന്നോവേറ്റേഴ്സ്, അങ്ങനെ FGCയിൽ ഇന്നോവേറ്റേഴ്സിനെയാണ് നമ്മളിവിടെ ക്ഷണിക്കാറ്. ഇന്നത്തെ നമ്മുടെ അതിഥി റെവല്യൂഷണറി ആയിട്ട് നമ്മുടെ ഫൈബർ ഗ്ലാസ് ഐറ്റംസിൽ വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസും മാർക്കറ്റിൽ അല്ലെങ്കിൽ ഫീൽഡിൽ ഇറങ്ങി പരിചയമുള്ള ഒരു അതുൽ സാറാണ്. വെൽക്കം ടു അതുൽ സാർ. വെൽക്കം, നമസ്കാരം, താങ്ക് യു. ഫസ്റ്റ് തന്നെ നമ്മുടെ ഫൈബർ ഗ്ലാസ് പ്രൊഫൈൽസ് ആൻഡ് ഫൈബർ ഗ്ലാസ് റീബാറിനെ കുറിച്ച് എന്താണ് നമുക്കതിന് ഇൻട്രഡക്ഷനായിട്ട് നമുക്ക് പറയാനുള്ളത് പറയൂ. ഈ ഫൈബർ ഗ്ലാസ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എപ്പോക്സി റെസിനകത്ത് ഏത് ഫൈബർ ആഡ് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള ഒരു പ്രോഡക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പം ഗ്ലാസ് ആയതുകൊണ്ട് ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പോളിമർ അല്ലെങ്കിൽ ആ റീബാർ. അതിനകത്ത് നമ്മൾ കാർബൺ ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ കാർബൺ ഫൈബറായി, ബസാൾട്ട് ആണെങ്കിൽ ബസാൾട്ട് ഫൈബറായി. അപ്പോൾ ഏത് ആഡ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചാണ് ഓരോ ഫൈബറും അല്ലെങ്കിൽ ഓരോ റീബാറുകളും ഉണ്ടാകുന്നത്. ഈ റീബാർ എന്ന് പറയുന്നത് എപ്പോക്സി കോട്ടഡ് ആണ് അല്ലെങ്കിൽ PU കോട്ടഡ് ആയിരിക്കും. അതിന് ഓരോ വെറൈറ്റീസ് ഓഫ് റെസിൻസ് ഉണ്ട്. ആ റെസിൻസ് എന്ന് പറയുമ്പോൾ ഒരു 30 to 45% ജസ്റ്റ് ഒരു കോട്ടിങ്ങോടുകൂടി വരുന്ന, അല്ലെങ്കിൽ അത് മുക്കിയെടുത്ത് കോട്ടിങ്ങോട് വരുന്ന ഒരു ഫൈബർ ഇതാണ്, ഒരു റീബാറാണ്. ഈ റീബാർ എന്തിനു ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺവെൻഷനലായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന TMTക്ക് റീപ്ലേസ്മെൻറ്റ്. അതായത് പരിപൂർണ്ണമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഓരോ മെറ്റീരിയലിനും ഓരോ യൂണിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പം സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും കൺവീനിയൻ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു മെറ്റീരിയലാണ് GFRJ അല്ലെങ്കിൽ ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പോളിമർ റീബാർ. ഇനി ഇത് എവിടെയൊക്കെ ഉപയോഗിക്കുന്നു, എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്നൊക്കെ നമുക്ക് ഓരോ സ്റ്റേജ് വൈസ് നമുക്ക് പറയാൻ പറ്റും. അതിന് മുമ്പ് ഈ സാധാരണ ഇപ്പം ഏറ്റവും കോമൺ ആയിട്ട് 2018 തൊട്ട് ഇന്ത്യയിൽ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയതാണ് റോഡ്സിന് വേണ്ടിയിട്ട്. ആഷ്തോ ഇതൊക്കെ വെച്ചിട്ട്, അതായത് നമ്മുടെ കോഡ്സ് ഉണ്ട്, ഇന്ത്യൻ റോഡ് കോൺഗ്രസിൻ്റെ ഒക്കെ ഇത് വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് 2018 തൊട്ട് ഇന്ത്യയിൽ യൂസ് ചെയ്ത് തുടങ്ങി. എന്തുകൊണ്ട് ഡേറ്റ് ആയെന്ന് അറിയാലോ, ആൾമോസ്റ്റ് ഇന്ത്യ പഴയ കണക്ക് തന്നെ വീണ്ടും കുറച്ച് പിന്നോട്ടാണ്, എന്നാലും മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, ഫാസ്റ്റ് മൂവിങ് ആണ്. അപ്പോൾ പുതിയ ഇന്നോവേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഇന്നോവേഷൻസിനകത്ത് വരുന്ന ഒന്നാണ് ഈ ഫൈബർ ഗ്ലാസ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഇനി നമ്മളെ സംബന്ധിച്ച് ഈ ഫൈബർ ഗ്ലാസ് റീഇൻഫോഴ്സ്മെൻറ്റ് ഒരു മെറ്റീരിയലാണ്. പക്ഷേ നമ്മൾ കേരളൈറ്റ്സിനകത്ത് ഒരുപാട് പേര് നേരത്തെ ഫെമിലിയറാണ് ബാംബു ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ബാംബു ഫൈബർ, തെങ്ങിൻ്റെ ഫൈബർ, അതിനൊക്കെ തന്നെ ചൂരൽ, കവുങ്ങ്, ഇതെല്ലാം നമുക്ക് ഫെമിലിയർ ആയിരുന്നു. ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആയിരുന്നു. ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഏത് മെറ്റീരിയലായിരുന്നു ഉണ്ടായിരുന്നത്, അതായിരുന്നു നമ്മുടെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ. പണ്ടത്തെ വീടുകൾ നോക്കിയാൽ എല്ലാം തടിയും ചെങ്കല്ലുമായിരുന്നു. തടി അതും ഒരു ഫൈബറാണ്, നാച്ചുറൽ ഫൈബറാണ്. തടി ഉപയോഗിച്ചാണ് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ നിങ്ങൾ തമിഴ്നാട് ആ ഏരിയയിലോട്ട് പോയി അവിടെ കല്ലാണ്, അവിടെ കല്ല് അവൈലബിൾ ആയിരുന്നു, അതുകൊണ്ട് കല്ലാണ്. അപ്പോൾ നമ്മൾ തടി, ആ തടിക്കകത്ത് തന്നെ നമുക്ക് ആൾട്ടർനേറ്റീവ്സ് ഒരുപാട് കൊണ്ടുവന്നു. മുള കൊണ്ടുവന്നു, ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു. ഇതെല്ലാം കൊണ്ടുവന്ന് ഞാനല്ല, നമ്മളെക്കാൾ മുമ്പും ബാക്കി പരിചയമുള്ള ലോറി ബെക്കർ കണക്കുള്ള സാറ് അവരാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അവർ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അവർ നമ്മളെ കാണിച്ച് തന്നിട്ടുണ്ട്. പക്ഷേ ആരും നമ്മളത് പ്രൊമോട്ട് ചെയ്തിട്ടില്ല, നമ്മളത് ഫോളോ അപ്പ് ചെയ്തിട്ടില്ല, അതിന് ബാക്കപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കാലത്ത് കൺസ്ട്രക്ഷൻ കോസ്റ്റ് റോക്കറ്റ് പോലെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതൊരു സാധാരണക്കാരനെ സംബന്ധിച്ചാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അവർക്ക് എന്ന് പറയുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ സാധാരണ ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു GFRJ അല്ലെങ്കിൽ ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്മെൻറ്റ് പോളിമർ കൊണ്ടുണ്ടാക്കിയ റീബാർസ് ഉപകാരപ്പെടാൻ പോകുന്നത്. പിന്നെ സാർ ഇപ്പോൾ പറഞ്ഞല്ലോ, അതായത് മുള, കമുക് ഇതെല്ലാം നമ്മുടെ ഫൈബറാണെന്ന് പറഞ്ഞു. സാറിൻ്റെ ബൈ എക്സ്പീരിയൻസ് എൻ്റെ അറിവിൽ സാറ് തന്നെ ഒരു 10-15 വർഷം മുമ്പ് ഇങ്ങനെ ചെയ്തിട്ട് എനിക്കറിയാം. അതിനെക്കുറിച്ചൊന്ന് പറയാമോ, സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട്? ഷൂ പറഞ്ഞത് ശരി തന്നെയാണ്. കാരണം ഒരു 10-15 അല്ല, ഒരു 18 കൊല്ലങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഫസ്റ്റ് ഈ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്ത് ചെയ്യണമെന്നൊരു കൺസെപ്റ്റ് തന്നെ വന്നത്. കാരണം ആ സമയത്ത് ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിറങ്ങിയൊരു സമയമാണ്. അന്ന് ഞാനീ പറഞ്ഞ ലോറി ബെക്കർ സാറിൻ്റെതും പിന്നെ ഫാദറിൻ്റെയും ബാക്കിയുള്ളവരുടെയൊക്കെ ഇൻസ്പിറേഷനും ബാക്കിയുള്ളതൊക്കെ കൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോയത്. പിന്നെ കൂടുതൽ ജേർണൽസ് പഠിക്കുമായിരുന്നു, നല്ല നല്ല ജേർണൽസ് കിട്ടുന്നതെല്ലാം വായിക്കുമായിരുന്നു. അപ്പോൾ അതിനകത്തുണ്ടാകുന്ന മറ്റ് രാജ്യങ്ങളിൽ നിന്നുണ്ടാക്കുന്ന ഓരോ പ്രോഡക്ട്സുകളെ കുറിച്ച് അറിയാൻ പറ്റി. അത് എവിടെ ഉണ്ടെന്ന് അന്വേഷിച്ചപ്പോൾ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ അന്നും ഉണ്ട്. ഒരു 2000, 2005, 2007 കാലഘട്ടം തൊട്ട് നമ്മുടെ ഈ റീബാർ അവൈലബിൾ ആണ്.
പല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇപ്പോൾ TMTക്ക് പകരമായിട്ടോ അങ്ങനെ വേറൊന്നും പകരമായിട്ടോ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. കാരണം നമുക്ക് സ്പെസിഫിക് കോഡില്ലായിരുന്നു. സ്പെസിഫിക് കണ്ടീഷൻസ്, ടെസ്റ്റിംഗ് കണ്ടീഷൻസ് ഒന്നും നമുക്കിവിടെ ഇല്ലായിരുന്നു. മറ്റു രാജ്യങ്ങൾക്കൊക്കെ ഉണ്ട്. അവരും ടെസ്റ്റിംഗ് ആ ഒരു പ്രോസസ് സ്റ്റേജിലായിരുന്നു. പരിപൂർണ്ണമായിട്ടും എത്തിയിട്ടില്ല. അതിപ്പം തന്നെ നോക്കിയാൽ നമ്മൾ ഈ പറഞ്ഞ റീവേഴ്സ് ഉപയോഗിച്ച് കോളോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പരിപൂർണ്ണമായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. മറ്റുള്ള രാജ്യങ്ങളിലും അത് തന്നെയാണ്. കാരണം അതിനെക്കുറിച്ച് ഫൈനൈറ്റ് എലമെൻറ്റ് അനാലിസിസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് സേഫ് ആണോ അല്ലയോ എന്ന് പോലും ടെസ്റ്റ് ചെയ്യാൻ പറ്റാറുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഞാൻ ഈ പറഞ്ഞ കണക്ക് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്. അതൊരു 3 ഫ്ലോർഡ് സ്ട്രക്ചർ ബിൽഡിംഗ് ആയിരുന്നു. കോളം ഫുട്ടിങ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിരുന്നത്. പക്ഷേ അതിനകത്ത് ഉപയോഗിച്ചത് മൊത്തം ഈറ്റയും മുളയും പിന്നെ ഈ പറഞ്ഞ കുറച്ച് ഫൈബർ റീൻഫോഴ്സ്മെൻറ്റ് വരും. അതിൻ്റെ 3 നിലകൾ. അതിനകത്ത് നമ്മുടെ ഈ പറഞ്ഞ കുറച്ച് ക്രൈറ്റീരിയാസ് വരും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ഡിസൈൻ ക്രൈറ്റീരിയാസ് വരും. ആ ഡിസൈൻ ക്രൈറ്റീരിയാസ് ഒക്കെ ഓവർകം ചെയ്യാനായിട്ട് ഞാൻ ഈ ലോറി ബക്കർ സാറിൻ്റെ നിന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ അത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ചെയ്തേക്കുന്ന റൂഫിങ്ങും എല്ലാം അങ്ങനെയാണ്. ആ സ്ട്രക്ചർ റൂഫിംഗ് എല്ലാം വന്നേക്കുന്നത് കുറച്ച് തിക്നെസ് ഒക്കെ കൂട്ടിയിട്ടൊക്കെയാണ് ചെയ്തേക്കുന്നത്. ഫില്ലർ കോൺക്രീറ്റ് എന്നുള്ള രീതിയിലാണ് കൊണ്ടുപോയേക്കുന്നത്. ടെൻസൈൽ എലമെൻറ്റിൻ്റെ ഇത് കൊണ്ട് കുറയ്ക്കാനും റീൻഫോഴ്സ്മെൻറ്റ് കുറയ്ക്കാനും അത് കണക്ക് ഇനി 3 തന്നെ സ്ട്രക്ചർ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. പക്ഷേ ഇപ്പം കുറച്ച് നാളൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊരു വിൻഡ് ടർബൈൻ ഒക്കെ വന്നു. അതിൻ്റെ മേളിലോട്ട് എടുത്ത് വെച്ച് 3 നിലയുടെ മേളിലൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പം ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം എന്തൊക്കെയാണ് ഇതിനകത്തുള്ള ചേഞ്ചസ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ തുടങ്ങി. ഒരു 8-9 കൊല്ലമായിട്ട് ഓരോ എലമെൻറ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് തുടങ്ങി. ആ ബിൽഡിങ്ങിനകത്ത് തന്നെ ഒരു 10-30 കുട്ടികളെ കൊണ്ടുവന്ന് ഡാൻസ് പഠിപ്പിച്ചു. അപ്പോൾ അവർക്ക് ചവിട്ടി പൊട്ടിക്കയറി തറയെ പൊട്ടുമെന്ന് അറിയണ്ടേ, സെറ്റിൽമെൻറ്റ് ഉണ്ടോ എന്ന് അറിയണ്ടേ, ക്രീപ്പ് ഉണ്ടോ എന്ന് അറിയണ്ടേ. ഇതെല്ലാം നമുക്ക് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്ത് നോക്കിയെങ്കിലേ പറയാൻ പറ്റൂ. അതാണല്ലോ ഒരു എഞ്ചിനീയർ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഒരു എഞ്ചിനീയർ എന്ന് പറയുന്ന വ്യക്തി ഏത് കാര്യങ്ങളും ഒരു ഡോക്ടറിൻ്റെ കണക്ക് മുന്നേ കൂട്ടി അറിയാൻ വായിച്ച് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളിൽ എക്സ്പീരിയൻസ് വരുത്തി അത് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ശരിയാണല്ലോ. ഓക്കെ, താങ്ക് യു. ഡോക്ടർ ഒരു പിഴവ് വരുത്തിയ രോഗി മരിച്ചു. പക്ഷേ ഒരു എഞ്ചിനീയർ പിഴവ് വരുത്തിയെന്ന് പറഞ്ഞാൽ ആരും അയാളെ കുറ്റം പറയുന്നില്ല എങ്ങും. പക്ഷേ അയാൾ പെടുന്ന പിഴവ് വലിയ പിഴവാണ്. പുതുതായിട്ട് കണ്ടെത്തുന്ന മെറ്റീരിയൽസ് വരുമ്പോഴത്തേക്ക് കൺസ്ട്രക്ഷൻ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റും. ഇൻഫ്രയ്ക്കകത്ത് തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുത്താൻ പറ്റും. സോ നല്ല നല്ല എഞ്ചിനീയേഴ്സ് മിസ്സിംഗ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റും ഇവിടെ. അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു എന്താ പറയുന്നത് ഒരു 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 ഫൈനായിട്ടുള്ള ഒരു എലമെൻറ്റ്സ് നമുക്ക് കാണുന്നില്ല എഞ്ചിനീയേഴ്സിനകത്ത്. അതായത് അവർക്ക് റിസർച്ച് ചെയ്യാനുള്ള താല്പര്യമില്ല. അവിടെയാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട്. സാർ, ഇത്രയൊക്കെ സിമിലറായിട്ടും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ നമ്മുടെ കയ്യിലുണ്ടായിട്ടും എന്തുകൊണ്ട് എല്ലാവരും ഇത് ഉപയോഗിക്കുന്നില്ല? ഞാൻ പറഞ്ഞല്ലോ, മെറ്റീരിയൽ ഉണ്ടായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കൊമേഴ്ഷ്യലൈസ് ചെയ്യണം നമ്മളതിനെ. കൊമേഴ്ഷ്യലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാറ്റഗറി വീണ്ടും മാറിയില്ല. ഞാനിപ്പോൾ പറഞ്ഞ കണക്ക് തന്നെ നോക്കുകയാണെങ്കിൽ നമ്മളും കൊമേഴ്ഷ്യലൈസ് ചെയ്ത് പോകുന്നു. ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ മാർക്കറ്റിലോട്ട് ഇറങ്ങുമ്പോൾ ആ പ്രോഡക്റ്റിന് എന്തൊക്കെ കുറവുകൾ, എന്തൊക്കെ ഗുണങ്ങൾ, ഇതെല്ലാം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ, അവരറിയണ്ടേ. സാധാരണ ഒരു കമ്പി എന്ന് പറയുന്ന ഒരു യൂണിക് മെറ്റീരിയൽ അവരെല്ലാം നമ്മൾ ഉറച്ചു പോയി, വിശ്വാസത്തിൽ ഉറച്ചു പോയൊരു കാര്യമാണ്, അടിയുറച്ചു പോയൊരു കാര്യമാണ്. അതിൽ നിന്ന് മാറാൻ നോക്കുമ്പോൾ സാധാരണ ഇന്ന് നാളെയൊക്കെ അല്ലെങ്കിൽ ഒരു ഇന്ന് ചുറ്റിയിലെടുത്ത് കമ്പി 2 തട്ടി നോക്കുന്നവൻ പിറ്റേ ദിവസം കമ്പി മേശരിയാണ്. അവനും ചെയ്യാൻ പറ്റും ഒരു കോൺക്രീറ്റ്. തമ്പ് റൂൾസ് അറിഞ്ഞാൽ മതി. ഇത്രയും ക്യൂബ്, ഇത്ര കിലോ കോൺക്രീറ്റ്, അല്ലെങ്കിൽ ഇത്രയും 2% സ്റ്റീൽ മതി ബീംസിന്, അല്ലെങ്കിൽ 1% മതി സ്ലാബിന്. വെയിറ്റ് വെച്ച് നമുക്ക് കണക്ക് കൂട്ടിയെടുക്കാം. പക്ഷേ ആരും ടെസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ഏത് മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് ടെസ്റ്റ് ചെയ്യുന്നില്ല. മെറ്റീരിയൽ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്നില്ല. ഇത് ഒരു എഞ്ചിനീയർ ചെയ്യേണ്ട ജോലിയാണ്. പോട്ടെ, നിങ്ങളൊരു വീടിൽ പ്ലാൻ വരയ്ക്കാൻ ചെല്ലുന്ന സമയത്ത് അവർ തന്നെ ഒരു സ്ട്രക്ചറൽ ഡ്രോയിങ്സും എഞ്ചിനീയറിംഗ് കൺസെപ്റ്റും നിങ്ങൾ വേണ്ടുന്ന മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽ ലിസ്റ്റും തന്നിട്ട് നിങ്ങളൊരു ബിൽഡിംഗ് പണിയാൻ വിട്ടു നോക്കി, ഇൻക്ലൂഡിങ് പ്ലംബിംഗ് ഡ്രോയിങ്സ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ്, നമ്മളെല്ലാം ചെയ്തിട്ടല്ലേ ചെയ്യുന്നത്. നല്ലത്. അങ്ങനെ ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് വന്നു കഴിയുമ്പോൾ തന്നെ ഞാൻ ഈ പറഞ്ഞ ഓരോ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓരോ മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ആവണമെന്നുണ്ടെങ്കിൽ എഞ്ചിനീയേഴ്സ് തന്നെ വിചാരിക്കണം. അവർ തന്നെ പറയണം ഇന്നൊരു മെറ്റീരിയൽ ഉണ്ട്, അതിൻ്റെ ഗുണം ഇതാണ്, അത് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിനാണ് അത് ചെയ്ത് കാണിക്കണം. എങ്കിലേ ഉപകാരപ്പെടുത്തുള്ളൂ. എങ്കിലേ നമുക്ക് ഈ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് മാർക്കറ്റ് ഉണ്ടായിട്ട് എന്തുകൊണ്ട് മാറിയില്ല എന്ന് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ശരിയല്ലേ? മാർക്കറ്റിലുണ്ട്, ആരെങ്കിലും പറഞ്ഞിട്ടും കാര്യമില്ല. ഉപയോഗിക്കണം, ഉപയോഗിച്ച് കാണണം, മറ്റുള്ളവരത് കണ്ട് മനസ്സിലാക്കണം. അതിൻ്റെ ഉപയോഗം എന്താണെന്ന് ഈ പറഞ്ഞ സാധാരണ ഒരു കമ്പിക്കാരൻ വന്ന് ഇടാൻ പറ്റത്തില്ല നിങ്ങളുടെ കമ്പി. ശരിയല്ലേ? സൈറ്റ് വെച്ച് തന്നെ ഇത് ചെയ്യാൻ പറ്റില്ല. കൺവെൻഷണൽ മെത്തേഡിൽ നിന്ന് മാറാൻ സമയമായി. കാരണം കൺവെൻഷണൽ മെത്തേഡിനകത്ത് നമ്മൾ പറയും ഒരുപാട് പേരെ വിളിച്ചു വെച്ചിട്ടുണ്ട്, ഇതിന് ഞാൻ ക്രാങ്ക് ചെയ്യുന്നത് എങ്ങനെയാണ് സാറിയാണ്. എന്തിനാ ക്രാങ്ക്? ഈ ക്രാങ്ക് ചെയ്യാൻ ഉദ്ദേശിച്ച് ചോദിക്കുന്ന ഒരാൾ ഞാൻ അയാൾ ചോദിക്കാം എന്തിനാണ് ക്രാങ്ക് ഇടുന്നത്? എല്ലാവരും ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. ഷിയർ ഒഴിവാക്കാം. അതാണ് അതിൻ്റെ ശരിക്കുള്ള കൺസെപ്റ്റ്. ഷിയർ ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ടെൻഷൻസ് ഇപ്പം നമ്മളിപ്പോൾ ഒരു ബീമും കോഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ജസ്റ്റ് വളയും. ആ വളയുമ്പോൾ താഴെ വരുന്ന ടെൻഷൻ, ഈ 2 സൈഡിൽ വരുന്ന കംപ്രഷൻ, മേളിൽ വരുന്ന ടെൻഷൻ. അതായത് ഒരു 4 കമ്പി ഇട്ട് ജസ്റ്റ് ഒന്ന് വളച്ച് നോക്കിക്കഴിഞ്ഞാൽ എവിടെയൊക്കെ ഈ വളവ് അല്ലെങ്കിൽ ആ ടെൻഷനും നെഗറ്റീവായിട്ടുള്ള ഫോഴ്സസ് വരുന്നത്, നെഗറ്റീവ് മൂവ്മെൻറ്റും പോസിറ്റീവ് മൂവ്മെൻറ്റും എവിടെ വരുന്നു നോക്കി അവിടത്തേക്ക് വേണ്ടുന്ന എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ റീൻഫോഴ്സ്മെൻറ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർലി ഡിസൈൻഡായി. അത് തന്നെയാണ് നിങ്ങളുടെ GFRG. പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യാനുള്ള കോഡ്സ് വരെ അവൈലബിൾ ആണ്. പക്ഷേ ആരും ഉപയോഗിക്കുന്നില്ല, ടെസ്റ്റ് ചെയ്യുന്നില്ല, മെറ്റീരിയൽ യൂസ് ചെയ്ത് നോക്കുന്നില്ല. എന്തിന് ഞാൻ റിസ്ക് എടുക്കണമെന്നാണ് എല്ലാവരും തീരുമാനിക്കുന്നത്. സാർ ഇപ്പോൾ പറഞ്ഞല്ലോ തമ്പ് റൂൾസ് അല്ലെങ്കിൽ കോഡ് ഓഫ് പ്രാക്ടീസ് എന്ന് പറഞ്ഞു. ഏതൊക്കെ കോഡ് ഓഫ് പ്രാക്ടീസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്?
ഈ GFRGക്കാണോ അതോ നമ്മുടെ TMDക്കാണോ? TMDക്ക് മെയിനായിട്ട്. TMDക്ക് നമ്മുടെ IS കോഡ്സ് ആണ് നമ്മൾ സാധാരണ IS56 ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്ത് പോകുന്നത്. അതിനകത്ത് തന്നെ നമ്മൾ കോഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ TMDയുടെ യൂണിക് ഫീച്ചേഴ്സ് ഉണ്ട്. കാരണം അത് നേരത്തെ തന്നെ യൂസ് ചെയ്ത് എല്ലാവർക്കും ഒരു പരിചയമുണ്ട്. ആ പരിചയം വെച്ചിട്ട് തമ്പ് റൂൾസ് എന്ന് പറഞ്ഞ കുറച്ച് കാൽക്കുലേഷൻസ് നമ്മൾ എഞ്ചിനീയേഴ്സ് തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരു സ്നാബ് വരുമ്പോൾ 1% സ്റ്റീൽ മതി, അല്ലെങ്കിൽ ഇത്രയും ഗിവൻ 80 കിലോഗ്രാം മതി, ഒരു ഫുട്ടിങ് വരുമ്പോൾ 100 കിലോഗ്രാംസും സ്റ്റീൽ മതി, അല്ലെങ്കിൽ 2% മതി ഒരു ബീമിന്. അപ്പം അതിൻ്റെ വെയിറ്റ്, അതിൻ്റെ ഏരിയ ഓഫ് ബാർസ് എടുത്തിട്ട് എത്ര വെയിറ്റ് ഉണ്ടെന്നുള്ളത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ വെയിറ്റ് കിട്ടും. അത് മതിയാവും. ഈക്വലി നമുക്ക് ഈ പറഞ്ഞ 80 കിലോ എന്നൊക്കെ പറഞ്ഞാൽ ആ എടുക്കുന്നത് ഈ കോഡ് ഓഫ് പ്രാക്ടീസ് പറഞ്ഞതുമായിട്ട് അപ്രോക്സിമേറ്റ്ലി ഈക്വലായിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ തമ്പ് റൂൾ വെച്ച് എല്ലാവരും ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഈ പറഞ്ഞ GFRGയിലോട്ട് വരുമ്പോൾ പറ്റില്ല. അവിടെ തമ്പ് റൂൾസിന് സ്കോപ്പില്ല. അവിടെ പ്രോപ്പറായിട്ട് ഡിസൈനിങ് വരണം. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പിക്ക് വരുന്ന കണക്ക് സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ ആ ഡക്റ്റിലിറ്റി ഇതിനില്ല. ഇത് ടെൻസൈൽ സ്ട്രെങ്തിൽ ഹൈ ആണ്, ഈൽഡ് സ്ട്രെങ്തിൽ കുറവാണ്. യങ്സ് മോഡുലസ് കുറവാണ്. ആ യങ്സ് മോഡുലസ് നമ്മൾ കമ്പിയുടെ എടുക്കുമ്പോൾ 200 GPa വരേണ്ട സ്ഥാനത്ത് ഇത് 40 to 60 ആ റേഞ്ചേ വരുള്ളൂ. പിന്നെ ഫൈബർ ആയതുകൊണ്ടും റെസിൻ വെച്ച് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടും പ്രശ്നങ്ങളുണ്ട്. ഡീഗ്രഡേഷൻ വരും. അതായത് ഈ റെസിൻസ് ഡീഗ്രേഡ് ചെയ്യും കാലാകാലങ്ങൾ കൊണ്ട്, ടെമ്പറേച്ചറിൻ്റെ ഇതുകൊണ്ട്, ഈ ഹാർഷ് എൻവയോൺമെൻറ്റൽസിൻ്റെ ഇതുകൊണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് ഇതിനകത്ത് വരാറുണ്ട്. അപ്പം ഇതിനെല്ലാം കൺസിഡർ ചെയ്യണം ഏത് സമയത്ത്, ഈ ഡിസൈൻ്റെ സമയത്ത്. ഇനി അതുകൂടാതെ നമുക്ക് വേണ്ടുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്, ക്രീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ടെൻസൈൽ സ്ട്രെങ്ത് കൂടിയിരിക്കുന്നത് കൊണ്ട് ഇതിനകത്ത് ക്രാക്സിൻ്റെ അളവ് കൂടും. അതായത് 5 mm ആണ് നമ്മളിതിനകത്ത് ക്രാക്കിനെ ഇത് ചെയ്തിരിക്കുന്നത്. അതായത് 5 mm കൂടാൻ പാടില്ല ക്രാക്ക്. അപ്പം അങ്ങനെ കോഡ് ഓഫ് പ്രാക്ടീസസ് വരുന്നത് നമ്മുടെ ഇന്ത്യൻ കോഡ്സ് ഇപ്പം അവൈലബിൾ ആയി തുടങ്ങി എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അതായത് 2023 IS കോഡ്സ് GFRGക്ക് വേണ്ടിയിട്ടുള്ള കോഡ്സുകൾ ഇറക്കി തുടങ്ങിയത്. പക്ഷേ 2008 ഓൺവേർഡ്സ് നമുക്ക് AC അമേരിക്കൻ കോൺക്രീറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ 440 IR-15 അവൈലബിൾ ആണ്. കനേഡിയൻ കോഡ്സ് 8806 അവൈലബിൾ ആണ്. റഷ്യൻ കോഡ്സ് അവൈലബിൾ ആണ്. മറ്റേ ഓൾമോസ്റ്റ് 10 രാജ്യങ്ങൾ ഉണ്ട്, ഇൻക്ലൂഡിങ് ജപ്പാൻ, ചൈന. ഇവരുടെ എല്ലാവരുടെയും കയ്യിൽ ഇതിൻ്റെ കോഡ്സ് ഉണ്ട്. ഇവരെല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട്. പല യൂസേജിനാണെന്ന് മാത്രം. അക്കോർഡിംഗ് ടു ദ യൂസേജ്, അതാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ട കാര്യം. അക്കോർഡിംഗ് ടു ദ യൂസേജ് ആണ് ഈ സാധനത്തിന് ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ ആ ഒരു ഉപയോഗം, അല്ലെങ്കിൽ ആ ഒരു ഇത് മനസ്സിലാക്കി തരുന്നത്. പക്ഷേ നമ്മളാരും അതിൻ്റെ ആ ഒരു സാധാരണക്കാരൻ അതിലോട്ട് ഇറങ്ങിച്ചില്ലെന്നില്ല. വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഷിപ്പൊക്കെ ഡോക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനെ ആങ്കർ ചെയ്യണം. ആങ്കർ ചെയ്യാനായിട്ട് നമ്മൾ എന്തോ യൂസ് ചെയ്യുന്നത്? വടം വെച്ച് വലിച്ചു കയറ്റുമെന്നല്ലല്ലോ. GFRGയുടെ തന്നെ റോപ്സാണ് യൂസ് ചെയ്യുന്നത്. വിമാനങ്ങൾക്ക് ഫ്യൂസലേജസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ചെറിയ വിമാനങ്ങൾക്ക് വണ്ടിയുടെ ബോഡി പാനൽസ് കാർബൺ ഫൈബർ വെച്ച് സൂപ്പർ കാർസ് വരെ ഉണ്ടാക്കുന്നുണ്ട്. എന്തും പോസിബിളാണ് നമുക്ക്. അപ്പം സ്ട്രക്ചറൽ മെറ്റീരിയൽസും പോസിബിളാണ്. അതിൻ്റെ ഓരോ യൂണീക്ക് ഫീച്ചർ അനുസരിച്ചാണ് നമ്മളിതിനെ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ സ്നാബിലേക്ക് നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ കോഡ്, അതിന് കോഡ് ഓഫ് പ്രാക്ടീസസ് തന്നെ ഒരുപാടുണ്ട്. ഈ പറഞ്ഞേക്കുന്ന AC-യുടെ കോഡ് എടുത്താൽ തന്നെ 440, അതിൻ്റെ റെഗുലേഷൻ എടുത്താൽ തന്നെ 15. ആ കോഡ് 15 വന്നെങ്കിലേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ AC-യുടെ കോൺക്രീറ്റ് സ്പെസിഫിക്കേഷൻ ഉണ്ട്, FE ഉണ്ട്, ഫിനൈറ്റ് എലമെൻറ്റ് അനാലിസിസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഒരു സാധാരണക്കാരൻ കമ്പി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഞാൻ എങ്ങനെ ഇത് പ്ലേസ് ചെയ്യും, ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. ഞാനൊരു കുട്ടിയാണെന്നിരിക്കട്ടെ, നമുക്കെല്ലാ കുട്ടികളായിട്ട് വന്നവരാ. ഒരു പുഴയുടെ അപ്പുറത്തും ഇപ്പുറത്തും കലക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പണ്ട് ചുള്ളിക്കമ്പുകൾ വെച്ച് പാലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ശരിയല്ലേ? ഞാനൊരു ഈർക്കിലെടുത്ത്, ഒരു 5-6 ഈർക്കിലെടുത്ത് അടുപ്പിച്ച് വെച്ചിട്ട് ഞാൻ ചെറിയൊരു വെയിറ്റ് എടുത്ത് വെച്ചാൽ എൻ്റെ മേളിൽ കൂടെ പോകണമെന്ന് വെച്ചാൽ നടക്കില്ലല്ലോ, ഒടിഞ്ഞു പോവില്ലേ? അതേ സ്ഥാനത്ത് ഞാനൊരു ചെറിയൊരു ചുള്ളിക്കമ്പ് എടുത്ത് വെച്ചു, ഇച്ചിരി കട്ടി കൂടി, സ്റ്റിഫ്നെസ് വന്നു, നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അത് തന്നെയാണ് ഈ കമ്പി അല്ലെങ്കിൽ ആ ടെൻഷൻ എടുക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. ഒരു സ്ലാബ് ആയാലും ഈ പറഞ്ഞ ബീമായാലും ഒക്കെ അതിനകത്ത് വരുന്ന കാര്യം അതാണ്. പക്ഷേ ആ മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടി, ഈ GFRGയുടെ ഒരു പ്രോപ്പർട്ടിയാണ് യങ്സ് മോഡുലസ് ഇല്ല എന്നുള്ളതും ഡിഫ്ലക്ഷനും. ഇത് രണ്ടും നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും? ഇത് വേറെ മെറ്റീരിയൽ അല്ലെങ്കിൽ വേറെ ഒരു ആൾട്ടർനേറ്റ് ഡിസൈൻ കൊണ്ട് അതിനെ കവറപ്പ് ചെയ്യാൻ പറ്റും. ക്രീപ്പ് കുറയ്ക്കാൻ ഫൈബർ യൂസ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്യുക. ഫൈബർ കോൺക്രീറ്റ്, റീൻഫോഴ്സ്ഡ് ഫൈബർ കോൺക്രീറ്റ്, മെറ്റൽസിൻ്റെ പീസസ് ആയാലും മൈക്രോ ഫൈബേഴ്സോ ഫൈബേഴ്സ് തന്നെ, നാച്ചുറൽ ഫൈബേഴ്സോ ഒക്കെ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. കോൺക്രീറ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണോ? അതെ, എല്ലാ മാർക്കറ്റിലും അവൈലബിൾ ആണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഈസി പ്ലാസ്റ്റ് ഫൈബറുണ്ട്, മാക്രോ ഫൈബർ ചേർന്നിട്ടാണ് വരുന്നത്. അതും ഗ്ലാസ് ഫൈബറിനകത്തുണ്ട്. അതിനകത്ത് വരുന്ന ഈ എംസാൻഡിന് പകരം വരുന്നത് എന്താണ്? സിലിക്ക ഫ്യൂംസ് ആണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ GGBS ആണ് വരുന്നത്. ഗ്രാനുലേറ്റഡ് ബ്ലാസ്റ്റ് പറഞ്ഞ സ്ലാഗ്സ് ആണ് അത് വരുന്നത് വർക്കബിലിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പം മെറ്റീരിയൽസ് ചൂസ് ചെയ്യുന്നതിനകത്താണ് ഇതിൻ്റെ കളിയിരിക്കുന്നത്. സോ എന്ത് മെറ്റീരിയൽ അത് കൺവീനിയൻ്റ് ആയിട്ട് ചൂസ് ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും നല്ല വ്യക്തിയാണ് ലോറി ബക്കർ. അവൈലബിൾ മെറ്റീരിയൽ, ഒരു സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ചെങ്കല്ല് കാണത്തില്ല, ചെളിയായിരിക്കും. പുള്ളി ആ ചെളിയും ഫൈബറൂടെ മിക്സ് ചെയ്ത് മൺവീടുണ്ടാക്കി. കോൺക്രീറ്റ് കഴിവതും പുള്ളി കുറയ്ക്കാൻ നോക്കും. കാരണം എന്ത്, നമ്മളെല്ലാം ചൂളയ്ക്ക് വെച്ച് പുഴുങ്ങിക്കൊണ്ടിരിക്കുക എല്ലായിടത്തും. ഇവിടെ അത് തന്നെയാണ്. ഏത് മെട്രോ സിറ്റി എടുത്തു കഴിഞ്ഞാൽ അവിടെ അത് തന്നെയാണ്. അപ്പം
വലിയ വലിയ കൺസ്ട്രക്ഷനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. സാധാരണക്കാരനായിട്ടുള്ള 80% ആൾക്കാർ എന്തിനാണ് ഇതേണക്കുള്ള കൺസ്ട്രക്ഷൻ മെത്തേഡ്സിലോട്ട് പോയി നമ്മുടെ കോസ്റ്റും കൂട്ടി ബാക്കിയുള്ള കാര്യത്തിലോട്ട് പോകുന്നത്? ഈസി കൺസ്ട്രക്ഷൻ ഇത് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്, മെത്തേഡ്സ് അവൈലബിൾ ആണ്. അത് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റും കുറയും, ബാക്കി ഇൻഫ്രയ്ക്കുള്ളത്. അതായത് ഇപ്പോൾ ഈ ഒരു കുറച്ച് പേര്, ഇപ്പോൾ ഒരു 50% ആൾക്കാർ TMD ഉപയോഗിക്കാതിരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും കോസ്റ്റ് ഡിഫറൻസ്? ഓട്ടോമാറ്റിക്കലി കോസ്റ്റ് കട്ട് ഡൗൺ ആവും. ഇൻഫ്രാസ്ട്രക്ചേഴ്സിൻ്റെ എല്ലാം കോസ്റ്റ് കട്ട് ഡൗൺ ആവും. നമ്മുടെ മണി തന്നെയാണ് നമ്മുടെ കയ്യിലോട്ട് തിരിച്ചു വരുന്നത്. നമ്മൾ ഗവൺമെൻറ് അധികം ചിലവാക്കേണ്ടി വരുന്നില്ല. അപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നിടത്തെല്ലാം ഉപയോഗിക്കേണ്ടി വരുന്നത് ഒരു നല്ലൊരു എഞ്ചിനീയർ വിചാരിച്ചാലേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അത് ഞാൻ ചെറിയ ആളിനെ ഉദ്ദേശിച്ചല്ല പറയാം. വലിയ വലിയ പ്രോജക്ട്സിന് വരെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ എഞ്ചിനീയർ ഷുഡ് ഡിസൈഡ്, ദ സ്ട്രക്ചറൽ എഞ്ചിനീയർ ഷുഡ് ഫൈനലൈസ് ചെയ്യാൻ പറ്റും. എങ്കിലേ നമുക്കത് ഉപയോഗിച്ച് ഈ പറഞ്ഞ ചേഞ്ചസുകൾ കൊണ്ടുവരുത്താൻ പറ്റും. പുതിയ മെറ്റീരിയലിനെ കുറിച്ച് ഏതെങ്കിലും ഒരു കുട്ടി ഇന്ന് വരെങ്കിലും ഒരു കോളേജുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു 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 എന്താ പറയുന്ന ഒരു പ്രോജക്റ്റോ എന്തെങ്കിലും അവതരിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടോ സാറ്? എവിടുന്നേലും കോപ്പി എടുക്കുന്നു, കൊണ്ടുവയ്ക്കുന്നു. യെസ്. ഈവൻ IIT ചെന്നാൽ പോലും പലയിടത്തും സംഭവിക്കാറുണ്ട്. അതിൽ 2 to 10% ഉള്ളൂ പുതിയ മെറ്റീരിയൽസിനകത്ത്, പുതിയ എലമെൻസിനകത്തും, പുതിയ ഓരോ കൺസ്ട്രക്ഷൻ ഇതിനകത്തുള്ള എല്ലാം ഈ എന്താ പറയുന്നത് മിനിമം റിസർച്ച് എങ്കിലും നടത്തുന്നത്. അപ്പോൾ ആ 10% ആൾക്കാർ ഒന്നുകിൽ ഇന്ത്യയിൽ കാണില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരാണല്ലോ ഇത്രയും ചെയ്ത് ഇതുണ്ടാക്കുന്നത് നമുക്ക്. അപ്പം പുതിയ മെറ്റീരിയൽസ് വരുന്നത് ഈ സാധാ ഡോക്ടർമാർ ചെയ്യുന്ന കണക്ക് അവർ അപ്ഡേറ്റ് ആവുന്ന കണക്ക് എഞ്ചിനീയേഴ്സും അപ്ഡേറ്റ് ആവണം. അവരും എല്ലാ മെറ്റീരിയൽസിനെ കുറിച്ചും എല്ലാ രാജ്യങ്ങളിലും എന്തൊക്കെ ഉപയോഗിക്കുന്നുള്ളതിനെ കുറിച്ച് അറിയണം. നമ്മുടെ നാട്ടിൽ തന്നെ കമ്പിയെ വെല്ലാൻ ആളില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങളൊരു -80 ഡിഗ്രി ഉള്ളിടത്തിട്ട് കമ്പി വെച്ച് എനിക്കൊരു സ്ട്രക്ചർ ഉണ്ടാക്കി കാണിക്കാൻ പറ്റുമോ? അതും ബ്രിട്ടിലാവില്ലേ? ഓരോ രാജ്യങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള കോഡ് ഓഫ് പ്രാക്ടീസസ് കൊടുത്തേക്കുന്നതിനാണ്. അപ്പം എന്താണ് ചേഞ്ചസ് എന്ന് നമ്മൾ കണ്ടെത്തുക, ആ ചേഞ്ചസിന് വേണ്ടുന്ന കറക്ഷൻസ് കൊടുക്കുക, കഴിഞ്ഞു. നമ്മുടെ ഡിസൈൻ പ്രോപ്പറാവും. അപ്പോൾ സാധാരണക്കാരൻ വീടുണ്ടാക്കി കഴിയുമ്പോൾ അവിടെ എങ്ങനെ കമ്പി ഇടണം എന്ന് നമ്മൾ ആരും പറഞ്ഞു കൊടുക്കേണ്ട. അവൻ 30 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 20 സെൻറ്റിമീറ്റർ സ്പേസിങ്ങിനകത്ത് കമ്പി ഇട്ടോളും. ബെൻഡ് അടിക്കേണ്ടിടത്താകും ബെൻഡ് ഇട്ടോളും. ബെൻഡ് അടിക്കുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, കട്ടേൽഡ് ബാർ ഉപയോഗിക്കുക. ഇവിടെ GFRG വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ ഉപയോഗിക്കുന്ന 20 സെൻറ്റിമീറ്റർ സ്പേസിങ്ങിന് പകരം നിങ്ങൾ 15 സെൻറ്റിമീറ്റർ സ്പേസിങ്ങിന് അടുപ്പിച്ചിടുക. കാരണം എന്താ, ഇത് ബ്രിട്ടിൽ നേച്ചറുള്ളതാണ് ഈ കമ്പി. നിങ്ങളുടെ GFRG എന്ന് പറയുന്ന കമ്പി ബ്രിട്ടിൽ നേച്ചറാണ്. അവിടെ നമുക്ക് ഈ ടെൻസൈൽ ലോഡിങ്ങിനെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഈർക്കിൽ അടുപ്പിച്ച് വെച്ചെങ്കിലേ പറ്റും. അതിനൊക്കെ നമ്മുടെ സ്പേസിങ് കുറച്ചാൽ മതി. നമുക്ക് ഈ സെയിം കമ്പിക്ക് വരെ ഇത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ സ്പേസിങ് കുറച്ച് നമ്മൾ കമ്പി കൂടുതലിടുമ്പോൾ, അല്ലെങ്കിൽ FGC റീബാർസ് നമ്മൾ കൂടുതലിടുമ്പോൾ നമ്മുടെ കോസ്റ്റ് കൂടത്തില്ലേ എന്നൊരു ചോദ്യമുണ്ട്. ചോദ്യം വന്നു എൻ്റെ മനസ്സിൽ സാറ് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ക്വസ്റ്റ്യൻ വരുന്നു. ഓക്കെ, ഞാൻ 10 mm കമ്പി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം. 10 mm കമ്പി ഞാനൊരു സ്പേസിങ് ഇട്ടേക്കുന്ന 20 സെൻറ്റിമീറ്റർ സ്പേസിങ്ങിലാണ് ഞാൻ ഒരു കോൺക്രീറ്റിന് ഇട്ടേക്കുന്നത്. പോട്ടെ, ഒരു 80 കിലോഗ്രാം എന്നുള്ള കൺസിഡറേഷനിൽ തന്നെ പോട്ടെ. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് മിനിമം സ്പേസിങ് കിട്ടുന്നത് ഒരു 16 to 18 സെൻറ്റിമീറ്റർ ആയിരിക്കും നമുക്ക് മിനിമം സ്പേസിങ് കിട്ടുന്നത്. ആ സ്പേസിങ്ങിന് പകരം ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, ഒരു 8 mm FGCയുടെ കമ്പി ഇടും. കാരണം ടെൻസൈൽ സ്ട്രെങ്ത് കൂടുതലായതുകൊണ്ടും സാധാരണ നമ്മുടെ ഒരു കോഡ് ഓഫ് പ്രാക്ടീസ് അനുസരിച്ച് ഡിസൈൻ ചെയ്താൽ ഇതിന് ഹയർ ഗ്രേഡ് അല്ലെങ്കിൽ ഒരു ഹയർ ഗ്രേഡ് കമ്പിയിലോട്ട് പോകണം എന്നാണ് അവർ പറയുന്നത്. FGCയിൽ നമുക്ക് അതിലും ലോവർ ഗ്രേഡിലോട്ട് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ എങ്ങനെ, ഞാൻ ഈ പറഞ്ഞ സ്പേസിങ് കുറയ്ക്കുക, സൈസ് കുറയുന്നതനുസരിച്ച് കോസ്റ്റും കുറയും. അതൊരു സാധനം. ഇനി രണ്ടാമത്തത്, 20 കൊല്ലം കഴിയുമ്പോൾ ഒരു കമ്പി ഇട്ട് കോൺക്രീറ്റ് ചെയ്ത ബിൽഡിംഗ് സ്പൂളിങ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉണ്ടാവും. അത് മൈക്രോ ക്രാക്സ് എന്ന സാധനമല്ല, തെർമൽ ക്രാക്സും അതിനകത്തുണ്ട്. നിങ്ങളുടെ കോൺക്രീറ്റ് ചൂട് പിടിക്കുന്നതനുസരിച്ച് കമ്പിയും ചൂട് പിടിക്കും, അതിനകത്ത് മെറ്റലും ചൂട് പിടിക്കും, ബാക്കിയുള്ള കാര്യങ്ങളും ചൂട് പിടിക്കും. ആ ചൂട് നിലനിൽക്കും. കുറച്ച് കഴിയുമ്പോൾ എയറേഷനും വരും, തുരുമ്പ് വരും, റസ്റ്റാവും, ട്രാക്കാവും, നമുക്ക് തന്നെ പ്രശ്നമാവും, മെയിൻ്റനൻസ് വരും. 20-30 കൊല്ലമാണ് നമുക്കൊരു ലോൺ പീരീഡ് പോലും. 20 കൊല്ലത്തിൽ വീടിന് മെയിൻ്റനൻസ് വരിക. 20 കൊല്ലമുള്ള മെയിൻ്റനൻസും നമ്മളിപ്പോൾ ഈ സാധാരണ GFRG ഇട്ട് ഞാൻ വർക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഒരു GFRG ഇട്ട് ഞാൻ ഡിസൈൻ ചെയ്തൊരു ബിൽഡിങ് ഞാൻ ഡിസൈൻ ചെയ്ത് 40 കൊല്ലത്തേക്കാണ്. പക്ഷേ അതൊരു 60 കൊല്ലം പോവും. 40 കൊല്ലം എന്ന് പറഞ്ഞാൽ പോലും 60 കൊല്ലം പോവും. ഞാൻ ഈ പറഞ്ഞ കണക്ക് നിങ്ങളുടെ ഒരു മെയിൻ്റനൻസ് പീരീഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്കാണ് കുറവ്. എൻ്റെ കോസ്റ്റ് പിന്നെയും കുറഞ്ഞോളെ. ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാൻ കമ്പി മേടിച്ച കാശിനകത്ത് ഞാൻ ഈ പറഞ്ഞാൽ 8 mm ആണ് എടുത്തത് 10-ന് പകരം. എനിക്കൊരു ബിയർ മാർജിൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. 20% അല്ലെങ്കിൽ 10% കോസ്റ്റിനകത്ത് കിട്ടി, അല്ലെങ്കിൽ 20% ഒരു കോസ്റ്റിനകത്ത് എനിക്ക് വർക്കൗട്ട് ചെയ്ത് കിട്ടും. മിനിമം വർക്കൗട്ട് നോക്കിയാൽ മതി. ഒരു 10 mm കമ്പി 80 കിലോ എടുക്കുന്നതിനുള്ള വെയിറ്റും ഇതിൻ്റെ വെയിറ്റും എടുത്തിട്ട് ഇതിൻ്റെ റേറ്റ് വെച്ച് നോക്കിയാൽ പോലും നമുക്ക് മനസ്സിലാവും ഒരു 20% ഡിഫറൻസ് കിട്ടും. മെയിൻ്റനൻസ് കോസ്റ്റ് അത് നമുക്ക് 20% to 30% വീണ്ടും കിട്ടും. ബേസിക്കലി മെയിൻ്റനൻസ് ഫ്രീ ആവും. പിന്നെ നമുക്ക് നോക്കേണ്ടത് വെച്ചാൽ ലോങ് ടേം ക്രീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫ്ലക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ കുറച്ച് നാൾ ഒരു ലോഡിങ്ങിൽ വന്നു കഴിയുമ്പോൾ അതിനൊരു ചെറിയ വേരിയേഷൻസ് വരും, അല്ലെങ്കിൽ ഒരു ചേഞ്ച് വരും. അതെല്ലാം നമ്മൾ ഡിസൈനിനകത്ത് കൺസിഡർ ചെയ്യണം. അത് കൺസിഡർ ചെയ്യാനായിട്ടാണ് വളരെ സിമ്പിളായിട്ട് നിങ്ങളൊരു സാധാരണക്കാരനാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺക്രീറ്റിൻ്റെ തിക്നസ് കൂട്ടാൻ ഞാൻ പറയും. കംപ്രഷൻ റേഷ്യോ അല്ലെങ്കിൽ കംപ്രഷൻ ചെയ്ത് കൂട്ടാനായിട്ട് സ്ലാബിൻ്റെ തിക്നസ് കൂട്ടാൻ പറയും. അന്നേരം ചോദിക്കും കോൺക്രീറ്റ് കൂടുതലല്ലേ വരുന്നതെന്ന്. യെസ്, ഫില്ലർ സ്ലാബ് യൂസ് ചെയ്യൂ സാർ, ഫില്ലർ കോൺക്രീറ്റ്.
ഒരു ചട്ടി എടുത്ത് അതിൽ കമത്തി വെച്ചാലും ഒരു ചിരട്ട വെച്ചാൽ പോലും ഫില്ലർ കോൺക്രീറ്റ് ആണ്. നിങ്ങളുടെ റീഇൻഫോഴ്സ്മെൻറ്റ് വീണ്ടും കുറയ്ക്കാം. എന്ത് മനസ്സിലായി? TMT ഇടുന്ന അതേ സാധനത്തിന് പകരം നിങ്ങൾ GFRG ഇട്ടോ, അവിടെ ഇതിൻ്റെ പകുതി മതി അന്നേരം. കോൺക്രീറ്റ് കംപ്രഷനും എടുക്കും, ആവശ്യമുള്ള ടെൻസൈൽ സ്ട്രെങ്ത് ഇതും എടുക്കും. നിങ്ങൾക്ക് ഈ പറഞ്ഞ കണക്ക് ഹ്യൂമിഡ് ഫ്രീ ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ചൂട് കുറഞ്ഞ ഒരു ബിൽഡിങ്ങും കിട്ടും. സാധാരണക്കാരന് ഇതിൽ കൂടുതലൊന്നും വേണ്ടല്ലോ. സാർ പിന്നെ ഒരു ഡൗട്ടുള്ളത്, ഈ നമ്മൾ സാധാരണ കൺവെൻഷണൽ ആയിട്ടുള്ള TMTയിൽ നിന്ന് മാറി ഫൈബർ ഗ്ലാസ് റീബാറിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു മെത്തേഡിലേക്ക് നമ്മൾ മാറുമ്പോൾ ഇതിൻ്റെ കോസ്റ്റ് കമ്പാരിസൺ എങ്ങനെ നമുക്ക് കണക്കാക്കാൻ പറ്റും ഏകദേശം സാറിൻ്റെ ഐഡിയയിൽ? കാരണം ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് വെച്ചിട്ടാണ് നമ്മുടെ സാധാരണ ഓരോ കോൺട്രാക്ടേഴ്സൊക്കെ വർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ കോൺട്രാക്ടേഴ്സ് വർക്ക് ചെയ്യുന്ന ഒരു മെത്തേഡ് നിങ്ങൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അവിടെ ലേബേഴ്സിന് അല്ലെങ്കിൽ ആ സ്പീഡ് ഓഫ് വർക്ക് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ ഒരു 90 ദിവസം കൊണ്ട് ഞാനൊരു വീട് വെച്ച് തരുന്നു. ഓക്കെ, ശരിയാണ്. ലേബർ ഔട്ട്പുട്ട് അല്ല, ലേബർ ഔട്ട്പുട്ട് എന്നൊക്കെ നമ്മൾ പറയും 90 ദിവസം കൊണ്ട് വീട് വെച്ച് തരിക എന്നൊക്കെ പറയുന്നത്. ഇന്ന് വരെങ്കിലും സാറൊക്കെ നമ്മളെല്ലാവരും വീട് വെച്ചിട്ടുണ്ട്, പണ്ടും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു മിനിമം സ്ലാബിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് അതിൻ്റെ ഡീഷട്ടറിങ് എന്ന് പറയുന്നത് മിനിമം നമുക്ക് 24 to 28 ഡേയ്സ് 28 ഡേയ്സ് മിനിമം എന്നാണ് പറയുന്നത്. 28 ഡേയ്സ് എങ്കിലും എടുക്കണം. ഇന്ന് 14 ഡേയ്സിനകത്ത് ഡീഷട്ടർ ചെയ്യും. കാരണം 70% ഓഫ് സ്ട്രെങ്ത് അച്ചീവ് ചെയ്യുമെന്ന് നമ്മുടെ കോഡ് ഓഫ് പ്രാക്ടീസസ് പറയുന്നുണ്ട്. ബട്ട് അവിടെയും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ ക്രീപ്പുകളും ക്രാക്കുകളും ബാക്കി കാര്യങ്ങളും. കാരണം നമ്മുടെ കോഡ് ഓഫ് അല്ലെങ്കിൽ കോഡ് ഓഫ് പ്രാക്ടീസ് പറയുന്ന നല്ല കൺസ്ട്രക്ഷൻ ടെക്നിക്ക് മെത്തേഡ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മെത്തേഡ്സ് എന്ന് പറയും ചെയ്യാവുന്ന ആ മെത്തേഡ്സ് പോയി. അവിടെ വന്നപ്പോൾ നമുക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. ഇപ്പോൾ 90 ദിവസം കൊണ്ട് പുതിയ വീട് വെച്ച് കയറുന്നു എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത് ഇതുകൊണ്ടാണ്. പിന്നെ കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചോർച്ചകൾ വരും. പിന്നെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ റൂഫ് വേണോ? വേണ്ട. വീട് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ മേളിൽ കൊണ്ടുവന്നൊരു റൂഫ് വയ്ക്കും. പഞ്ചിങ് ഷിയർ വരും, വിൻഡോസ് വരും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അത് വീണ്ടും അഫക്റ്റ് ചെയ്യും. പഞ്ചിങ് ഷിയറൊക്കെ വന്ന് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ കൊണ്ട് ക്രാക്ക് ചെയ്ത് തുടങ്ങും സ്ലാബ്. അപ്പം ഇത് TMTക്കകത്തും ബാധകമാണ്. നിങ്ങൾ GFRG ചെയ്താലും അതിനും ഒരു ഇതല്ല. അവിടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ GFRGക്ക് ബോണ്ടിങ്, ബെറ്റർ ബോണ്ടിങ്ങിന് നമുക്ക് 7 ദിവസം മിനിമമാണ് അതിന്. ബെറ്റർ ബോണ്ടിങ്ങിന് മറ്റേത് നമുക്ക് 24 hours to 30 hours ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരുവിധമൊക്കെ ഒന്ന് സെറ്റായി കിട്ടും. പക്ഷേ ഇതുമായിട്ട് അത് അങ്ങനെ വരത്തില്ല. 7 ഡേയ്സ് മിനിമമാണ് നമ്മൾ സാധാരണ കോൺക്രീറ്റും GFRG കൊണ്ട് വരുമ്പോൾ. 24 ഡേയ്സ് അല്ലെങ്കിൽ 28 ഡേയ്സ് മിനിമം 28 ഡേയ്സ് കഴിഞ്ഞേ ഡീഷട്ടർ ചെയ്യാവും ഫൈബർ ഗ്ലാസ്. അപ്പോൾ ഇവിടെയാണ് കോസ്റ്റ് ഡിഫറൻസ് വരുന്നത്. അത് കൺസ്ട്രക്ഷനകത്താണ് കോസ്റ്റ് ഡിഫറൻസ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഒരു കോൺട്രാക്ടറെ ബാധിക്കും. അവൻ ചെയ്യുന്നത് എന്തോ ഒരിക്കലും ലേബർ കോസ്റ്റ് കുറവ് വരുത്തുന്നില്ല. ആ ലേബർ കോസ്റ്റ് കുറവ് വരുന്ന നമ്മൾ സ്പീഡ് ഓഫ് വർക്ക് കാണിച്ചിട്ട് അത് പ്രോഫിറ്റ് ആയിട്ട് എടുക്കുന്നു. പിന്നെ വരുന്നത് മെറ്റീരിയൽസിനകത്താണ് ആ ചേഞ്ചസ് വരുന്നത്. ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽസ് ചൂസ് ചെയ്യും. അവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പെടും. നിങ്ങൾ ടാറ്റയുടെ മേടിക്കുമ്പോൾ പോസ്റ്റിൽ 80-82 രൂപ. വേറെ ഏതെങ്കിലും ഒരു ബ്രാൻഡിലോട്ട് താഴോട്ട് വരുന്നതനുസരിച്ച് ലോക്കൽ ബ്രാൻഡ്സിലോട്ട് വരുന്നതനുസരിച്ച് വില കുറഞ്ഞ് വരും. ആരെങ്കിലും ചിന്തിക്കുന്നുണ്ട് എന്ത് വേണ്ട വില കുറയുന്നു? എല്ലാ കമ്പനികളും ഉണ്ടാക്കുന്ന എല്ലാവരും പറയുന്നത് ഞങ്ങൾ ഉണ്ടാക്കുന്ന TMT തന്നെയാണ്, എല്ലാം ഞങ്ങളുടെയാണ് ബെസ്റ്റ്. എന്നാൽ പിന്നെ എന്തുകൊണ്ട് എല്ലാവർക്കും പ്രൈസ് വേരിയേഷൻസ് വരുന്നു? മാർക്കറ്റ് പിടിക്കാനെന്ന് പറയാം. ശരി, മാർക്കറ്റ് പിടിക്കാൻ വേണ്ടി നിങ്ങൾ ഇത്രയും ഇത് കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും ക്വാളിറ്റി വൈസിൽ എന്തുകൊണ്ടെന്നാലും നിങ്ങൾ ആ ഹയർ ഗ്രേഡിലോട്ട് എത്തുന്നില്ല. ഇൻ ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് അവിടെ വരുമ്പം ആർക്കും ഉത്തരങ്ങളില്ല. കാരണം സാധാരണക്കാരൻ ഏറ്റവും കുറഞ്ഞത് മേടിച്ച് ഉപയോഗിക്കാൻ നിർബന്ധിതനാവുന്നു. അവനോട് ക്വാളിറ്റിയെക്കുറിച്ച് ബോധറാവുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സ്ഥലങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ കോസ്റ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളത് കമ്പിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ 20 റുപ്പീസിൻ്റെ വ്യത്യാസമേ നമുക്കൊരു മീറ്ററിൻ്റെ മേളിൽ വരത്തുള്ളൂ. 20 റുപ്പീസിൻ്റെ ഒരു മീറ്ററിൻ്റെ മേളിൽ. ബട്ട് കട്ടിങ്, പ്ലേസിങ്, അങ്ങനെ ഓരോ ഐറ്റത്തിനകത്തും നമുക്ക് വ്യത്യാസം വരുവാണ്. ഇത് ടൈ ചെയ്യാൻ നമുക്ക് പ്ലാസ്റ്റിക് ടൈസ് ഉണ്ട്. സാധാരണ നമ്മുടെ കെട്ടമ്പിക്ക് കെട്ടാൻ പറഞ്ഞിട്ടില്ല. ഇത് കെട്ടാൻ സ്റ്റെയിൻലെസ് സ്റ്റീൽസിൻ്റെ ഉണ്ട്, ടൈസുകൾ വേറെയുണ്ട്. അതിനെല്ലാം കോസ്റ്റ് കുറവാണ്. അതേസമയം നിങ്ങൾ കട്ടിങ്ങും പ്ലേസിങ്ങും ബെൻഡിങ്ങും ഒരു കമ്പിക്ക് പോയി കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ, ലോഡിങ്, അൺലോഡിങ് ഇതെല്ലാം കഴിഞ്ഞ് ആ സൈറ്റിൽ 60 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞാൽ പോലും നിങ്ങളിത് പ്ലേസ് ചെയ്ത് തീർക്കാൻ ഒരു ദിവസം എടുക്കും. ബെൻഡിങ്ങും എല്ലാം കഴിഞ്ഞ് മണിക്കൂറുകൾ മതി ചെയ്യാൻ. GFRG കട്ടർ വെച്ച് കട്ട് ചെയ്തോ ഹാൻഡ് കട്ടർ ഉണ്ടെങ്കിൽ പോലും ഈസിയാണ്. 100 മീറ്റർ റോൾ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെയും കൊണ്ടുവരാം. എവിടെയൊക്കെ കട്ടയിൽ ബാർസ് ഇടണം എന്ന് മാത്രം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഒരു ഡ്രോയിങ് വരച്ച് കഴിഞ്ഞാൽ തീർന്നു, അതിൻ്റെ ഇഷ്യൂസ് കഴിഞ്ഞ്. അത് നോക്കി നമ്മുടെ സൈറ്റിലൊരു എഞ്ചിനീയർ പ്ലേസ് ചെയ്തോളും, അല്ലെങ്കിൽ ഒരാൾ പ്ലേസ് ചെയ്തോളും. അവിടെ കൊണ്ട് നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ആയി. അവിടെ തന്നെ ലേബർ മാറി, മെറ്റീരിയൽ കോസ്റ്റ് മാറി. അപ്പം ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഒരു മീറ്ററിൻ്റെ മേളിൽ 30 രൂപ വരെ മാറും. അതൊരു സ്ക്വയർ ഫീറ്റിന് മേളിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 100 രൂപയുടെ എത്ര എമൗണ്ടാണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ 8 mm വെച്ചിട്ടാണ് ഇപ്പം പറഞ്ഞത്. നിങ്ങളുടെ ഒരു 10 mm കമ്പി വെച്ച് ഡിസൈൻ ചെയ്തപ്പോൾ ഞാൻ 8 mm വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടാണ് ഞാനിത് പറയുന്നത്. നമുക്കൊരു 30 രൂപ വരെ മാറിയത്. ഇനി ആ 10 mm കമ്പിക്ക് വരെ നമുക്ക് 12ൻ്റെ കമ്പി ഉപയോഗിക്കാമെന്നിരിക്കട്ടെ. അത് ഡിപ്പെൻഡാണ്. കാരണം നമ്മുടെ ഒരു പ്രോജക്റ്റ് ഒരു ഹൈ റിസ്ക് ഉള്ള ഒരു ഏരിയയിലാണ് നമ്മുടെ പ്രോജക്റ്റ് വന്നിരിക്കട്ടെ. സംതിങ് നമ്മുടെ ഒരു സീഷോറിൻ്റെ സൈഡിലാണ്. അവിടെ ഞാനിത് ഉപയോഗിക്കാൻ പോവുക.
അവിടെ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് മണ്ണിന് ഇപ്പോൾ ആൻഡമാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പാറപ്പൊടി കിട്ടാനില്ല, സാൻഡ് കിട്ടാനില്ല, സീ സാൻഡ് മാത്രമേ ഉള്ളൂ. ഈ സീ സാൻഡും പിന്നെ കോഴ്സ് അഗ്രിഗേറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫൈൻ അഗ്രിഗേറ്റ് നമ്മൾ കൊണ്ടുവരുന്നത് ഭയങ്കര വിലയാണ് അവിടെ. അവിടെ ഉണ്ട് നമ്മൾ ചില ഏരിയ നമ്മുടെ ഇവിടെ തന്നെ റൂറൽ ഏരിയസിലോട്ട് കൊണ്ടുവരുന്നത് ഭയങ്കര വിലയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ട് കുറച്ച് പാറപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും അരിച്ച് ഈ പറഞ്ഞ ബീച്ച് സാൻഡുമായിട്ട് മിക്സ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫൈബർ ഗ്ലാസിനകത്ത് യൂസ് ചെയ്യാം. അതെനിക്ക് മനസ്സിലായില്ല. കാരണം ഈ നമ്മുടെ സാൻഡിന് പകരം നമുക്ക് സീ സാൻഡ് യൂസ് ചെയ്യാം. സീ സാൻഡ് നമുക്ക് ഈ ഫൈബർ ഗ്ലാസിൻ്റെ കോൺക്രീറ്റിന് വേണ്ടി യൂസ് ചെയ്യാം. ഉപയോഗിക്കാം. പിന്നെ ജസ്റ്റ് ആ മണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യണം, അതിൻ്റെ സീവ് അനാലിസിസ് ഒന്ന് എടുക്കണം, ആൽക്കലൈൻ ആണോ ഇത് സൾഫൈഡ് ആണോ എന്താണ് അതിനകത്തുള്ളതെന്ന് നോക്കണം, അതിനനുസരിച്ചുള്ള സിമെൻറ്റ് മാറ്റിയെടുക്കണം. കഴിഞ്ഞ് നമുക്ക് സാൻഡ് വരും വേണ്ട, സീ സാൻഡ് യൂസ് ചെയ്യാം. അത് മിക്സ് ചെയ്ത് ഉപയോഗിക്കേണ്ടി വരും, കാരണം നമുക്ക് അതിൻ്റെ ഗ്രേഡിംഗ് ഉണ്ട്. അത് സീ സാൻഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഫൈനായിരിക്കും, അത്രയും ഫൈൻ നമുക്ക് വേണ്ട, റൗണ്ട് ആയിരിക്കും. അപ്പം കൂടുതൽ ബൈൻഡിങ് പ്രോപ്പർട്ടീസ് ഉണ്ടോ മെറ്റീരിയൽസ് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. ആംഗുലാരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാർട്ട് ഫൈൻ അഗ്രിഗേറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ GGBSോ സിലിക്ക ഫ്യൂംസോ ഒക്കെ ആഡ് ചെയ്യാം. കോൺക്രീറ്റിനകത്ത് ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഈ ആൾട്ടർനേറ്റീവ്സ് വന്ന് ഫൈബർ കോൺക്രീറ്റ് വന്നു കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കംപ്രഷൻ റേഷ്യോ അല്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് കൂടി, സ്ലാബ് തിക്നെസ് കുറയ്ക്കാം. നിങ്ങൾ സാധാരണ രീതിയിൽ ഡിസൈൻ ചെയ്യുന്ന രീതിയിൽ കമ്പ്യൂട്ട് ഇട്ടാൽ മതി അന്നേരം. സ്ട്രക്ചറൽ എഞ്ചിനീയർ വേണ്ട, ആകെ അറിയേണ്ടത് ഷിയർ എവിടെ വരുന്നു, അതിന് കട്ടൈൽമെൻറ്റ് ബാർ എത്ര നീളത്തിൽ വേണം. നമ്മൾ ഡെവലപ്മെൻറ്റ് ലെങ്ത് എടുക്കുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു GFRGയുടെ ഒരു പ്രശ്നം വരുന്നത്. സാധാരണ എടുക്കുമ്പോൾ നമുക്കൊരു കോൺസ്റ്റൻ്റ് ഉണ്ട്. നമ്മുടെ കോഡ് വെച്ച് നോക്കുമ്പം L/240 അല്ലെങ്കിൽ L/360 ലൈവ് ലോഡ്സിന് വേണ്ടി നമ്മൾ അങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കേണ്ടി വരും കുറച്ച് കാര്യങ്ങൾ. അത് മാത്രം കൺസിഡർ ചെയ്യേണ്ടി വരും. അതൊക്കെ വലിയ വലിയ പ്രോജക്ട്സിന് മാത്രം നോക്കിയാൽ മതി, സാധാരണക്കാരൻ്റെ പ്രോജക്റ്റ് നോക്കണ്ട. സാധാരണ രീതി ചെയ്യാം. എന്തോ ചെയ്താൽ മതി, അതിന് ഫൈബർ കണ്ടൻറ്റ് ഉള്ള കോൺക്രീറ്റ് ആഡ് ചെയ്യുക, ക്രീപ്പ് ഉണ്ടോ എന്നുണ്ടോ ചെക്ക് ചെയ്യുക. ഇത് നിങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് കമ്പി കിട്ടും. മാക്സിമം കട്ടൈൻമെൻറ്റ് ബാസും ഷിയറിനുള്ള സാധനങ്ങൾ ഇടുക മതി. അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു സ്ക്വയർ ഫീറ്റിന് മേലെ ഒരു 100 രൂപ വരെ ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റും ഈ GFRG ഉപയോഗിക്കുന്ന സമയത്ത്. സാറിന് ആ ഒരു കോസ്റ്റ് ഡിഫറൻസ് ഇപ്പം മനസ്സിലായല്ലോ. നമ്മുടെ സാധാരണക്കാരൻ ഒരു ബിൽഡിങ് പണിയുമ്പോൾ 1000-1200 രൂപ കൊണ്ട് അയാളുടെ ഫുൾ സ്ട്രക്ചർ കംപ്ലീറ്റ് ആവും. പക്ഷേ അന്നേരം നമ്മൾ ഓരോ മെറ്റീരിയൽസ് ചൂസ് ചെയ്യുമ്പോൾ മഡ് ബ്രിക്ക് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ട് കോസ്റ്റ് കുറയ്ക്കാനായിട്ട്. അപ്പോൾ എല്ലാ കാര്യത്തിലും നമ്മൾ കോസ്റ്റ് കുറയ്ക്കാൻ ന്യൂവസ്റ്റ് മെറ്റീരിയൽ തപ്പുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അതിന് മേളിൽ വാർക്കേണ്ട ഒരു കോൺക്രീറ്റ് കമ്പിക്ക് വേണ്ടി നിങ്ങൾ ബലം പിടിക്കുന്നു? സോറി, കമ്പിയേ പറ്റുള്ളൂ, കമ്പി ഇല്ലെങ്കിൽ അത് തകർന്ന് വീണിരിക്കും. ശരിയല്ലേ? അങ്ങനെ പറയുന്നവരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. അങ്ങനെയാണെങ്കിൽ പണ്ട് ഓടിട്ട് ഇടാൻ വേണ്ടിയിട്ട് റിഡ്ജസും റാഫ്റ്റേഴ്സും ഒക്കെ വെച്ച് ഓടിട്ടിരുന്നു. അതെന്തുകൊണ്ട് തകർന്ന് വീണില്ല? കൊടുങ്കാറ്റുകൾ വന്നു പോയി, ഓട് പറന്നുപോയി, എന്നിട്ട് മറ്റേതൊന്നും പറന്നു പോയിട്ടില്ല. കണക്ഷൻസും ഫിറ്റിങ്സ്, നമ്മുടെ പ്രൊഫൈൽസിനകത്തെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഈ കണക്ഷൻസും ഫിറ്റിങ്സും എല്ലാം. നമ്മൾ ഇത് വെച്ച് ഓടിടുന്നുണ്ട്, എന്തെങ്കിലും പറ്റിയോ? ഇല്ല. നിങ്ങളുടെ തന്നെ പ്രോഡക്ട്സ് പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്, പ്ലാങ്ക്സ് ആയിട്ടും ഷീറ്റ്സ് ആയിട്ടും ഒക്കെ വന്നിരിക്കുന്നത്. ആൾട്ടർനേറ്റീവ് ഫോർ എ വുഡ്, നല്ല പ്രോഡക്ട്സാണ്, ഇന്നോവേറ്റീവ് പ്രോഡക്ട്സാണ്. ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കൊള്ളാം. പക്ഷേ നമ്മൾ മാർക്കറ്റിലോട്ട് ഇറങ്ങുന്നതല്ല. സാധാരണക്കാരൻ അത് എന്ത് പർപ്പസിന് ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അത് പറഞ്ഞു കൊടുക്കേണ്ടത് എഞ്ചിനീയർ തന്നെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇങ്ങനെയും മെറ്റീരിയലുകളുണ്ട്, അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ചോദിക്കും അവരുടെ പർപ്പസിന് അനുസരിച്ച് എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. അപ്പം ഒരു മീൻ പിടിക്കാൻ പോകുന്ന ഒരാളുടെ അടുത്ത് എന്നിട്ട് നിങ്ങൾക്ക് ഗ്ലാസ് ഫൈബറിനെ കുറിച്ച് അറിയാമെന്ന് വെച്ചാൽ അവൻ്റെ ബോട്ട് എടുത്ത് കാണിക്കും ആദ്യം. ഇതായിരിക്കുന്നു സാറേ, ഞാൻ ഇതിനകത്താണ് മീൻ പിടിക്കാൻ പോകുന്നത്, എൻ്റെ ഫൈബർ വെള്ളമാണ്. ശരിയല്ലേ? കടലിൽ പോകുന്ന സ്പീഡ്, അതിനകത്തുണ്ടാകുന്ന ഇമ്പാക്ട് ലോഡിങ്സ്, അത് കൊണ്ടുവരുന്ന ലോഡ്സ് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തതാണ്. അതും ഡിസൈൻ ചെയ്യുകയല്ല, അതും മെറ്റൽ പീസസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് അതിനകത്ത് ഇത് സ്ട്രെങ്തൻ ചെയ്യുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ സാധനം ഇത് തന്നെയാണ്, ഫൈബറാണ്. നമ്മൾ ഉപയോഗിക്കുന്ന അതേ സെയിം സാധനം. 3 പാർട്ട് എപ്പോക്സി നമ്മൾ ഉപയോഗിക്കുന്ന 4 പാർട്ടായി. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. എല്ലാവരും ചോദിക്കാറുണ്ട് ഈ സാധനം വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ, ഇത് തറയിടാനല്ലേ കൊള്ളാവോ? തറയിടാൻ മാത്രമല്ല, വിശ്വസിച്ച് വാങ്ങിക്കാവോ? അതെ, വിശ്വസിച്ച് വാങ്ങിക്കാവോ. നല്ലൊരു ഈ പറഞ്ഞ കണക്ക് എന്തോ പറയുന്ന ഒരു കവുങ്ങ് കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങളെല്ലാം. കവുങ്ങ്, തെങ്ങ്, കവുങ്ങുള്ള ഞങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഭയങ്കര പൊക്കത്തിലാണ് കയറി പോകുന്നത്. 8 മീറ്റർ, 10 മീറ്റർ, 12 മീറ്ററൊക്കെ പൊക്കമുള്ള കവുങ്ങുകളുണ്ട്. നല്ലൊരു കാറ്റ് വന്നാൽ പോലും ഇത് ഇങ്ങനെ ആടി വളഞ്ഞു പോയി നിൽക്കുന്നതല്ലാതെ ഒടിഞ്ഞു കണ്ടിട്ടുണ്ടോ? അതും ഇത് നമ്മളുടെ ബന്ധം. ആ കവുങ്ങിനകത്ത് ഒന്ന് മുറിച്ചിട്ട് നോക്കുന്ന അതേ സ്ട്രക്ചർ തന്നെയാണ് നിങ്ങളുടെ കമ്പി. ശരിക്കും ഫൈബേഴ്സ് 80% അല്ലെങ്കിൽ 70% ഫൈബറും ഒരു 30-35% അതിൻ്റെ ബോണ്ടിങ് മെറ്റീരിയലും. കവുങ്ങിൻ്റെ മേളിലും വെളിയിൽ കാണുമ്പോൾ ഒരു കട്ടിക്കൊരു തൂക്കും, ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ ഫൈബേഴ്സുമാണ്. അതാണ് അതിൻ്റെ ടെൻസൈൽ സ്ട്രെങ്തും ബാക്കിയുള്ളതിനെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ കാറ്റത്തും ഇതിനുമെല്ലാം അതേ കണക്കുള്ള കാറ്റുകൾ വന്നാൽ ഈ കമ്പിയും അതേ കണക്ക് എടുക്കും. പക്ഷേ പ്രോപ്പർ ഡിസൈനിങ് വേണം. ഇത് ഓരോന്നും ഡിസൈൻ ചെയ്യാനുള്ള കോഡുകൾ അവൈലബിൾ ആണ്. പിന്നെ എന്തുകൊണ്ട് നമ്മൾ ചോദിക്കാറുണ്ട് ഇത് തറ മാത്രമേ ഇടുന്നുള്ളൂ, സ്ലാബ് ചെയ്യുന്നില്ല, റൂഫ് ചെയ്യുന്നില്ല, ബീം ചെയ്യുന്നില്ല? ചെയ്യാൻ പറ്റും. ഓവർ ഡിസൈനിങ് കൂടെ നമ്മൾ വന്നു കഴിയുമ്പോൾ കോസ്റ്റ് നമ്മൾ നോക്കും കമ്പിയേക്കാൾ കൂടുതലായിട്ട് ഫീഡ് ചെയ്യും. സാധാരണക്കാരനൊന്ന് ഡിസൈൻ ചെയ്ത് നോക്കുമ്പോൾ കോൺക്രീറ്റിൻ്റെ കനം കൂട്ടേണ്ടി ഒരു കംപ്രസറിലോട് വരുമ്പോൾ ഇപ്പം മെറ്റീരിയൽ കൂടിയില്ലേ? ശരിയല്ലേ? അവർ പക്ഷേ ഒന്നും ചിന്തിക്കുന്നില്ല. ഇതിനകത്ത് തന്നെ പോസ്റ്റ് ടെൻഷനിങ് ഉണ്ട്, പ്രീ ടെൻഷനിങ് ഉണ്ട്,
നമുക്ക് ഈ GFRG തന്നെ പോസ്റ്റ് ടെൻഷൻ ചെയ്യാം. ടെൻഡൻ്റ് ഉപയോഗിച്ചാൽ മതി. ടെൻഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്രൂ ടൈപ്പാണ്, നട്ടും ബോൾട്ടുമായിട്ട് നമുക്ക് യൂസ് ചെയ്ത് വലിക്കാൻ പറ്റും ഇതിനെ. ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ഇവിടെ? ഒരു പ്രാവശ്യം ചെയ്തെങ്കിലും നോക്കണം. സാറിന് കത്തിയിട്ട് ചെയ്ത് നോക്കണം. ഒരാൾ 2 പേരോ 3 പേരോ ഉപയോഗിക്കുമ്പോഴല്ല, ഒരു 10 പേര് 100 പേര് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ കോസ്റ്റ് വീണ്ടും താഴും. തീർച്ചയായിട്ടും ഇപ്പോൾ മാർക്കറ്റിൽ നിൽക്കുന്നതിനേക്കാൾ വില താഴും. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഷൈൻസ്റ്റാർ എന്ന ഒരു കമ്പനിയാണ് ഇപ്പോൾ ഇത് എടുത്തേക്കുന്നത് പറയാം. എൻ്റെ അറിവിലൊരു 10-12 കമ്പനി ഒരു 2018 മുമ്പ് തന്നെ ഇന്ത്യയിലുണ്ട്. ഈ സാധനങ്ങൾ ബ്രാൻഡഡ് ആയിട്ട് മാനുഫാക്ചർ ചെയ്യുന്നതും അല്ലാതെ ലോക്കൽ മാനുഫാക്ചറിങ് ഒക്കെ ചെയ്യുന്ന കമ്പനീസ്. പക്ഷേ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ യു ആർ വൺ ഓഫ് ദ ബെസ്റ്റ്. അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് ആ കിട്ടുന്ന ക്വാളിറ്റി, മീറ്റ് ചെയ്യുന്ന ഒരു യൂസ് ചെയ്യുന്ന എപ്പോക്സീസ്, ഇതെല്ലാം നമ്മൾ നോക്കണം. അല്ലാതെ 10 ബ്രാൻഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ 10 മേടിച്ചിട്ട് എനിക്കത് വിലക്കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യു ഹാവ് ടു തിങ്ക് അബൌട്ട് ദ ക്വാളിറ്റി ആൾസോ. റെസിന് ക്വാളിറ്റി വരണമെന്നുണ്ടെങ്കിൽ യൂഷ്വലി ആ റെസിൻ നല്ല വിലയുള്ളത് തന്നെയാണ്. ആ വിലയുള്ള സാധനം ഉണ്ടെങ്കിലേ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇവിടെ വരത്തുള്ളൂ. അവിടെ എങ്ങനെ വില കുറയ്ക്കാമെന്നുള്ളതിൻ്റെ അടുത്തൊരു കണ്ടീഷൻ കൂടെ ഞാൻ പറഞ്ഞ് ഫാസ്റ്റ് യൂസ്. സാധാരണക്കാരൻ വരെ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ ഇത് പ്രൈസ് വീണ്ടും ഡ്രാസ്റ്റിക്കലി ഡ്രോപ്പ് ആവും. അന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, അതർ പ്രോഡക്ട്സുകൾ കൊണ്ടുവരിക. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹെഡഡ് ബാസ്, ഈ ടെനൻസ്, ഇതിനൊക്കെ ഫിക്സഡ് ജോയിൻസിന് വേണ്ടുന്ന കാര്യങ്ങൾ, പൾട്രേറ്റഡ് സെക്ഷൻസ്, ഇതൊക്കെ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നാട്ടുകാർക്കുള്ള വിശ്വാസം, ഈ പറഞ്ഞ വിശ്വാസം കൂടാൻ തുടങ്ങും. അതാണ് ഞാൻ ചോദിച്ചത്. വിശ്വാസം കൂടാൻ തുടങ്ങും. അത് കൂടുതലും ടെക്നിക്കൽ നെയിംസ് ഉപയോഗിച്ചുകൊണ്ട് സാധാരണക്കാർക്ക് മനസ്സിലാവശ്യൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചെല്ലുമ്പം ചില സെക്ഷൻസുകൾ നമ്മൾ റിവറ്റൊക്കെ ചെയ്ത് വെച്ചേക്കുന്നുണ്ടല്ലേ. പൾട്രൂഡഡ് സെക്ഷൻസ് എന്നൊക്കെ പറയുന്നത് വെച്ചാൽ സെമി ആയിട്ട് നമ്മളിതിനെ ടൈറ്റ് ചെയ്ത് ബോൾട്ട് ചെയ്ത് ഫിക്സ് ചെയ്യുന്നതിനെയാണ് ഈ പൾട്രൂഡഡ് സെക്ഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് അഡ്ഹസീവ് വെച്ചിട്ടാവാം. ചിലപ്പോൾ നമ്മൾ ചുറ്റി ഈ പറഞ്ഞ കണക്ക് തന്നെ ഇതിൻ്റെ ഫൈബർ സ്ട്രാൻഡ്സ് വെച്ച് ചുറ്റി ഒട്ടിച്ചെടുക്കാം. നട്ടും ബോൾട്ടും ചെയ്യാം. പ്ലേറ്റ്സ് വെച്ചിട്ട് ബോൾട്ട് ചെയ്യാം. സെമി റിജിഡായിട്ട് ഇതിന് വേണ്ടുന്ന എന്താ പറയുന്നത് റിവറ്റ്സ് ഉണ്ട്. ഫൈബർ ഗ്ലാസ്സിന് തന്നെ റിവറ്റ്സ് ഉണ്ട്, അത് യൂസ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ സ്ട്രെങ്ത് കൂടും. വീറ്റൻസി സ്ട്രെങ്ത് ഇതിൻ്റെ കൂട്ടത്തിൽ ഈ കണക്ഷൻസ് കൂടെ ആയി കഴിയുമ്പോൾ പെർമനൻറ്റ് കണക്ഷൻസ് ആയി. ഫിക്സഡ് കണക്ഷൻസിന് ഇത് യൂസ് ചെയ്യാം. പിന്നെ എന്തുകൊണ്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേറെ കമ്പി ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കോസ്റ്റ് ഡിഫറൻസ് വരും ചിലതിനകത്ത്. കാരണം ഡിസൈൻ ക്രൈറ്റീരിയസിനകത്ത് വന്നു കഴിയുമ്പോൾ കോൺക്രീറ്റിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് നമുക്ക് കൂട്ടേണ്ടിയൊക്കെ വരും ചില ഏരിയാസിനകത്ത്. കാരണം ഈ കമ്പിക്ക് കംപ്രസീവ് സ്ട്രെങ്ത് ഇല്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ കോസ്റ്റ് ഡിഫറൻസ് നോക്കുമ്പോൾ ഓക്കെ എന്നാൽ നമുക്ക് TMTയിലോട്ട് പോകാം എന്ന് പറയും. കാരണം ഇതൊരു 10 എണ്ണമെങ്കിലും ഉപയോഗിക്കേണ്ടി വരും, അതൊരു 6 എണ്ണം ഉപയോഗിക്കേണ്ട സ്ഥലത്ത്. സാറ് പറയുന്നത് പില്ലർ കോളത്തിന് വരെ ഉപയോഗിക്കാം. ഇത് ഈ കോളത്തിന് ഉപയോഗിക്കാം, ടണൽസിന് ഉപയോഗിക്കാം, പൈലിങ്ങിന് ഉപയോഗിക്കാം. യു ക്യാൻ യൂസ് എനിവെയർ വിത്ത് പ്രോപ്പർ ഡിസൈൻ. അത്ര പറ്റുള്ളൂ, വിത്ത് പ്രോപ്പർ ഡിസൈൻ. നമുക്കൊരു കോഡുണ്ട്. ഈ പറഞ്ഞേക്കുന്ന നമുക്ക് നമ്മുടെ ഒരു കോഡ് വന്നേക്കുന്നത് IS കോഡ് സ്പെസിഫിക്കേഷൻ വന്നു തുടങ്ങിയതേ ഉള്ളൂ. നമ്മൾ ഡിസൈൻസ് ക്രൈറ്റീരിയാസോട്ട് എത്തി തുടങ്ങിയിട്ടില്ല. ബട്ട് യു ക്യാൻ റെഫർ അതർ കൺട്രീസ് കോഡ്, മോസ്റ്റ്ലി അമേരിക്കൻ കോഡ്സ്, ACI ആൻഡ് കനേഡിയൻ കോഡ്സ്. ഇത് രണ്ടും വിട്ടിട്ട് നമുക്കൊരു ഇത് വരുന്നില്ല. കാരണം അതുകൊണ്ട് വളരെ മൈന്യൂട്ട് ചേഞ്ചസേ നമ്മുടെ കോഡ് ഓഫ് പ്രാക്ടീസിനകത്ത് വരുന്നുള്ളൂ. വളരെ മൈന്യൂട്ട് ചേഞ്ചസ്. അത് സ്ഥിരമായിട്ട് ഒന്ന് റെഫർ ചെയ്യുന്ന ആൾക്കോ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും. ചെക്ക് ചെയ്ത് നോക്കുന്നവർക്ക് മനസ്സിലാവും. പല സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. SAP 2000 യൂസ് ചെയ്ത് നമ്മളിപ്പോൾ ഇവിടുത്തെ കോഡ് ഓഫ് പ്രാക്ടീസസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തത്. അതേ സോഫ്റ്റ്വെയർസിനകത്ത് തന്നെ ഇതേ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. ഈസി ആയിരിക്കും. ചെയ്യുന്നില്ല. കാരണം യൂസ് ചെയ്യാൻ തോന്നിയെങ്കിലല്ലേ യൂസ് ചെയ്യേണ്ട കാര്യം വരുന്നു. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതാണ് ആ വിശ്വാസം. ആ വിശ്വാസം വളരണമെന്നുണ്ടെങ്കിൽ സാധാരണക്കാരൻ നിന്നേ വളരത്തുള്ളൂ. ആദ്യം സാധാരണക്കാരന് മനസ്സിലാവണം, ഇത് എനിക്ക് പറ്റിയൊരു ആൾട്ടർനേറ്റീവാണ്, എൻ്റെ ബഡ്ജറ്റിന് നിൽക്കുന്നതാണ്. അപ്പോൾ സാറിന് തന്നെ എനിക്ക് തോന്നുന്നു സാറിൻ്റെ കുറച്ച് പ്രോഡക്ട്സുകൾ എടുത്തേക്കുന്ന മൊത്തം ഈ സാധാരണക്കാരായിട്ടുള്ള ഈ 3 ലക്ഷം രൂപയ്ക്കൊക്കെ വീട് വയ്ക്കുന്നവർക്കൊക്കെ ഇത് കൊടുക്കാൻ വേണ്ടിയാണ്. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചൊരു കാര്യമാണ്, സാറിന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ തന്നെ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഫീൽഡിൽ നിന്നുകൊണ്ട് ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരാളാണ് സാർ. അതെ. സാറ് ഏകദേശം എത്ര വീടോളം അല്ലെങ്കിൽ എത്ര ഹൈറ്റോളം അല്ലെങ്കിൽ സാറിൻ്റെ ബൈ പ്രാക്ടീസ് സാറിന് ഇതിൽ എത്ര മാത്രം? ഞാൻ ഒരു 80 റെസിഡൻഷ്യൽ ബിൽഡിംഗ് എങ്കിലും ഇത് വെച്ച് ചെയ്തു കൊടുത്തിട്ടുണ്ട്, ചെറുതും വലുതുമായിട്ടുണ്ട്, പലപ്പോഴായിട്ട്. അത് തന്നെ ഇപ്പം അടുത്ത കാലത്ത് കുറച്ച് നമ്പേഴ്സ് കൂടുതൽ ചെയ്തിട്ടുണ്ട്. ഒരു 10-40 ഇപ്പോഴാണ് അടുത്തത്. പണ്ടായിരുന്നു 40 എണ്ണത്തിൽ കൂടുതൽ ചെയ്തിരുന്നത്. സാറ് ഡയറക്റ്റ് ചെയ്തതല്ലാതെ സാറ് കൺസൾട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടാവുമല്ലോ. അതുകൊണ്ട് ആ കൺസൾട്ടേഷൻ വന്നത് തന്നെ ഞാൻ ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ഒരു വീഡിയോ ഇറങ്ങിയ ശേഷം ഓരോരുത്തരായിട്ട് വിളിച്ച് ചോദിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മാത്രമാണ് കൺസൾട്ടേഷൻ കൊടുത്തത്. അതും എല്ലാവരും പറയുന്ന കണക്ക് ഞാൻ കാശ് പിടിച്ചിട്ട് ഒരിക്കലും ചെയ്തിട്ടില്ല ഒരു കാര്യങ്ങളും. കാരണം നമുക്കുള്ള അറിവ് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. അത് എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ട് കൊടുക്കാൻ പറ്റുമോ അത്ര ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഇത് എന്തെങ്കിലും ഒരു കുറ്റങ്ങളോ പോരായ്മകളോ കണ്ടുപിടിക്കാൻ വരുന്നവർക്കല്ല, എൻ്റെ ഒരു നെസസിറ്റി എന്ന് പറഞ്ഞ് വരുന്നവരെയാണ് ഞാൻ കൂടുതലവിടെ കണ്ടത്. കാരണം എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ സാറേ, എനിക്കിത് എങ്ങനെയെങ്കിലും എനിക്കൊരു വീട് വേണം, എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞ് വരുന്നത്. ആ എങ്ങനെയെങ്കിലും ഉള്ളതെന്ന് പറഞ്ഞാൽ ഉള്ളവരെയാണ് നമ്മൾ കോൺട്രാക്ടേഴ്സ് ആയാലും. ഇപ്പോൾ ഞാനൊരു കോൺട്രാക്ടർ ആണെങ്കിൽ പോലും എനിക്കൊരു അതിൽ നിന്ന് കിട്ടുന്ന 10% പ്രോഫിറ്റ്, ഇതൊരു കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടാറുണ്ട്.
ഏതെങ്കിലും ഒരു ക്ലയൻറ്റ് കൊടുക്കുന്ന കണ്ടിട്ടുണ്ടോ? ഒരു കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് 10% നിങ്ങൾ വെച്ചോടാൻ പറഞ്ഞു. ഒരു എസ്റ്റിമേറ്റ് ഇട്ടാൽ പോലും അത് ആദ്യം വെട്ടും. കോൺട്രാക്ടറും വർക്ക് ചെയ്യുന്നത് അയാൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്. തീർച്ചയായും. അപ്പോൾ അയാളുടെ 10% അയാൾ വെട്ടുമ്പോൾ അയാളും വെട്ടും നിങ്ങളുടെ മെറ്റീരിയൽസിൽ നിന്ന് ബാക്കിയുള്ളതിൽ നിന്ന്. എന്തെങ്കിലും അയാൾക്ക് എവിടെ നിന്ന് എടുക്കാൻ പറ്റും. സോ അപ്പോൾ ആ ഒരു എന്താ പറയുന്ന ബെസ്റ്റ് പ്രാക്ടീസ്, ആ കോഡ് ഓഫ് പ്രാക്ടീസ് തന്നെ നമുക്ക് കിട്ടും. നല്ല രീതിയിൽ ഡിസൈനും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ചേർത്തൊരു ബിൽഡിങ്ങിൻ്റെ ഇതുമാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അയാൾക്കത് ചെയ്താൽ മതി. ആ മെറ്റീരിയൽസ് എടുത്ത് അതിൻ്റെ ബഡ്ജറ്റ് ഇത്ര ആവത്തുള്ള നമുക്ക് നേരത്തെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ശരിയിട്ട് പിന്നെ അയാൾക്ക് വെട്ടുമേനി കാണിക്കേണ്ട കാര്യമില്ല, വെട്ടേണ്ട കാര്യമില്ല, പൈസ പോകുമെന്നുള്ള പേടി വേണ്ട. വർക്ക് നീറ്റാവും, കള്ളത്തരങ്ങൾ കുറയും, ക്വാളിറ്റി ഓഫ് വർക്ക് കൂടും. അത് തന്നെയല്ലേ എഞ്ചിനീയറിങ്ങിനകത്ത് ഏറ്റവും ആദ്യം വേണ്ടുന്നത്. അങ്ങനെ ആകുമ്പോൾ ഓരോ പുതിയ മെറ്റീരിയൽസും ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള സമയം വരും. എന്തിന് എന്നുള്ള നാട്ടുകാർ തന്നെ ചിന്തിച്ചു തുടങ്ങും. നമ്മൾ ആൾക്കാർ ചിന്തിക്കും, ഇത് എനിക്ക് ആവശ്യമുണ്ടോ, ഇത്രയും കാശ് കൊടുത്ത് ഞാനിത് മേടിച്ചാൽ എനിക്ക് ഇതിന് ഉപയോഗമുണ്ടോ. അല്ല സാർ, ഞാനൊരു കാര്യം ചോദിക്കാം. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് വരുന്നു, അതെ ഒരു സംശയങ്ങൾ. അതെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സംശയങ്ങൾ. സാറിപ്പോൾ പറയുന്നത്, അല്ലെങ്കിൽ സാറിപ്പോൾ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്, അല്ലെങ്കിൽ എനിക്കുള്ള ഒരു അറിവ് കിട്ടുന്നത്. സാധാരണ നമ്മളൊരു വീട് വെക്കുമ്പോൾ നമ്മൾ സിവിൽ എഞ്ചിനീയേഴ്സിനെ വിളിക്കുക, അല്ലെങ്കിൽ അവരെ വിളിച്ച് നമ്മളൊരു ഒരു ഒരു പ്ലാൻ വരച്ചു. പ്ലാൻ വരച്ച് ഉണ്ടാക്കുന്നു, അതൊരു കോൺട്രാക്ടറിന് കൊടുക്കുന്നു. പക്ഷേ അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് എന്നുള്ളത് സാറ് പറയുമ്പോഴാണ്, അല്ലെങ്കിൽ അതെ. ഇപ്പോഴാണ് എനിക്കത് മനസ്സിലാകുന്നത്. അതിനെക്കുറിച്ച് സാറിൻ്റെ ഏതോ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് സാർ ഒന്ന് പറയുമോ, എക്സ്പ്ലെയിൻ ചെയ്യുമോ? ഞാൻ അതിലോട്ട് വരുമായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ചോദിച്ചില്ലേ സ്ട്രക്ചറൽ എഞ്ചിനീയർ എന്തിന് എന്നൊരു ചോദ്യം. ഇതേ കണക്കുള്ള പുതിയ മെറ്റീരിയൽസ് ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരാൾ ക്ലയൻറ്റ് കൊണ്ടുവരിക, എനിക്ക് ഇന്നത് വെച്ചൊന്ന് ഡിസൈൻ ചെയ്ത് തരുമോ സാറേ എന്ന് ചോദിച്ചത് ഒരാൾ വന്നു. നമുക്കിതിനെക്കുറിച്ച് അറിവില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റൂ. നമ്മളിതിനെക്കുറിച്ച് എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിൽ നമ്മളിതിനെക്കുറിച്ച് ചെയ്യാൻ പറ്റൂ. നമ്മളിതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിച്ച് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും അറിഞ്ഞെങ്കിൽ മാത്രമേ അവർക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. എൻ്റെ അടുത്ത് തന്നെ പലപ്പോഴായിട്ട് കമൻറ്റിൽ കൂടെയും ഫോൺ ചെയ്ത് ചോദിച്ച ഒത്തിരി ആൾക്കാരുണ്ട്, ഇന്നും ഇന്നലെ അങ്ങോട്ട് കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഇതൊക്കെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്ന്. യെസ്. അതിൻ്റെ സാധനം ഞാൻ സാറിൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞു. ഒരു 15-18 കൊല്ലം മുമ്പ് ഞാൻ സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കി. ഇതെങ്ങനെ ഇരിക്കുമെന്ന് എനിക്കാദ്യം അറിയണ്ടേ. എന്നിട്ട് ഞാൻ അതിൻ്റെ ഓരോ പാർട്സായിട്ട് കോർക്കട്ട് ചെയ്തുകൊണ്ട് സാമ്പിൾ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതെന്താ എങ്ങനെ ഇരിക്കുന്നത് നമുക്ക് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് സാമ്പിൾസ് വേണമല്ലോ. 10 കൊല്ലം കഴിഞ്ഞ് 15 കൊല്ലം കഴിഞ്ഞ് അപ്പോൾ നമുക്ക് സാമ്പിൾസ് എടുക്കുക, കോർക്കട്ട് ചെയ്യുക, കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട്, ഇതിനെന്തെങ്കിലും പറ്റിയോ, ഇതിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ്, ഇത് എത്ര കൊല്ലം കൂടെ പോവും, ഇതെല്ലാം നമ്മൾ അറിയണ്ടേ. ഇത് ചെയ്തു തുടങ്ങിയതും വെച്ച് തുടങ്ങിയതും ഞാനിപ്പോൾ അതിനൊരു 5-8 കൊല്ലം മുമ്പ് ഒരു ഇൻ്റർവെയിനും കൂടെ അതിൻ്റെ മേളിൽ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഫോഴ്സ് അല്ലെങ്കിൽ ഇതിനകത്ത് എക്സേർട്ട് ചെയ്തേക്കുന്ന ഫോഴ്സുകൾ വെച്ച് നോക്കുമ്പോൾ ഈ കോളത്തിനകത്തൊന്നും കമ്പിയില്ല. ഞാൻ അതിന് ജാക്കറ്റിങ് ചെയ്യേണ്ടി വന്നു വീണ്ടും ഇത് കയറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട്. സ്ട്രക്ചറൽ മെമ്പേഴ്സ് കൊണ്ട് ഞാൻ ജാക്കറ്റ് ചെയ്തു. അന്നേരം എനിക്ക് വേറൊരു പ്രശ്നം, ഈ കോളം ജാക്കറ്റ് ചെയ്ത കാര്യമില്ല, ഇത് പിടിപ്പിച്ച് നിർത്താൻ സ്ഥലം വേണ്ടേ, അതുമില്ല, കാരണം ഫൗണ്ടേഷനും ഇല്ല. അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചേക്കുന്ന സാധനം. കാരണം നമ്മൾ ഒരു പരീക്ഷണമായിരുന്നു ശരിക്കും. അത് എക്സ്പെരിമെൻറ്റ് അത് തന്നെ പറയാൻ പറ്റും. നമ്മുടെ മുഖത്ത് തന്നെ നമ്മൾ ഷേവ് ചെയ്ത് പഠിക്കുന്നു എന്നൊക്കെ പണ്ടുള്ളവർ പറയും. അത് തന്നെയാണ് ഒരു എക്സ്പെരിമെൻ്റാണ്. എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ടും അതിന് വരുന്ന പാളിച്ചകളും എന്താണ് അതിൻ്റെ പോസിറ്റീവ് എന്ന് കിട്ടത്തുള്ളൂ. അതിനകത്തുനിന്നുള്ള കറക്ഷൻസാണ് ഇപ്പോൾ ഞാനീ പറഞ്ഞ 19 വീടുകൾ, കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങളും ഇതൊക്കെ. എൻ്റെ ഓരോ ഫ്രണ്ട്സുകൾ വരുന്നവർക്കും ഞാൻ കുറച്ച് പേർക്ക് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. എഞ്ചിനീയേഴ്സ്, എൻ്റെ കൂടെയുള്ള കോളീഗ്സ്, ഇവർക്കെല്ലാം റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അവർ വന്ന് പഠിക്കാറുണ്ട്, ഇതെങ്ങനെ ഡിസൈൻ ചെയ്യണമെന്നുള്ളത് നോക്കാറുണ്ട്, വന്ന് കണ്ടിട്ട് പോകാറുണ്ട്, ചെയ്ത ചില വർക്കുകളുടെ കൂടെ വരാറുണ്ട്. ഇപ്പം നമ്മുടെ സജീവ് സാറ് പിന്നെ നമ്മുടെ പോളിടെക്നിക്കിലൊക്കെ സാറാണ്. ഇവരൊക്കെ ഇത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ചവറയിലൊരു പ്രോജക്റ്റ്. നമുക്ക് ഇത് എവിടെയൊക്കെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം? നമ്മുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് നമുക്കിത് എല്ലായിടത്തും യൂസ് ചെയ്യാം. GFRP എന്നുള്ള സാധനം നമുക്ക് എല്ലായിടത്തും യൂസ് ചെയ്യാം, ഏത് സ്ട്രക്ചറിനും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, കോളം ഇങ്ങനെയുള്ള കൺസിഡറേഷൻസ് വരുമ്പോൾ നമ്മളിത് യൂസ് ചെയ്യാറില്ല, ബീംസിന് യൂസ് ചെയ്യാറില്ല. എന്തുകൊണ്ട് ഇവിടെ യൂസ് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കണക്ഷൻസ് കിട്ടുന്നില്ല. നമ്മൾ ഫിക്സഡ് കണക്ഷൻസ് മറ്റുള്ള കമ്പനികൾസിലില്ല. ഈ ഫിക്സഡ് കണക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് R&D ഡിപ്പാർട്ട്മെൻറ്റ് വേണം, ഇത് ചെയ്ത് നോക്കണം, ടെസ്റ്റിങ്സ് നടത്തണം. ഇതൊക്കെ നിങ്ങൾ ടെസ്റ്റ് ചെയ്തും നടത്തിയിട്ടുള്ള ഈ പറഞ്ഞ എൻബാർസ് ഒക്കെ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, വേറൊരാക്കില്ല. ഈ എൻബാർസിൻ്റെയും പൾപ്പോഡ് കണക്ഷൻസും ഒക്കെ വരുന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടൊരു ഡിസൈൻ ചെയ്ത് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണത് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ശീലിച്ചത്. പക്ഷേ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇതിനുള്ള ആൾട്ടർനേറ്റീവ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം. ബട്ട് കോളത്തിൻ്റെ കൺസിഡറേഷനിലോട്ട് വരുമ്പം നമ്മളൊരു 16 mm ഒരു 5 കമ്പി അല്ലെങ്കിൽ 6 കമ്പി ഇടേണ്ട സ്ഥാനത്ത് നമ്മൾ ഈ 16 mm തന്നെ എപ്പോക്സിയുടെ 12 കമ്പി ഉപയോഗിക്കേണ്ടി വരും. സാറിന് കഥ മനസ്സിലായോ? കാരണം കൂടാതെ അപ്പം കോസ്റ്റ് കൂടും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ GFRP ഉപയോഗിച്ച് തന്നെ ചെയ്യേണ്ട ഒരു കെമിക്കൽ ബിൽഡിംഗ് അല്ലെങ്കിൽ കെമിക്കൽ പ്രോസസ്സ് നടക്കുന്ന ഒരു പ്ലാന്റാണ്. അവിടെ നമുക്ക് ഈ കോളം ഈ GFRP വെച്ചേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അന്നേരം നമ്മൾ ഈ കോസ്റ്റ് കൺസിഡർ ചെയ്യത്തില്ല. ഞാൻ അതാണ് ആ കോസ്റ്റിനെ കുറിച്ചും ഇത് ഏത് പ്രോജക്റ്റിന് ഉപയോഗിക്കുന്നു എന്നതിനെക്കുറിച്ചും പറഞ്ഞത്. എവിടെയും ഉപയോഗിക്കാം, ബട്ട് പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യണം,
ഉപയോഗിക്കുമ്പോഴുള്ള വ്യത്യാസം. ഇപ്പോൾ സാധാരണക്കാരൻ ഞാൻ കോളത്തിനും ബീമിനൊക്കെ ഞാൻ സാധാ കമ്പി ഇടാൻ പറയും, സ്ലാബിന് മാത്രമേ ഇതങ്ങ് എടുക്കാൻ പറയും. അങ്ങനെ ആകുമ്പോൾ അയാളുടെ കോസ്റ്റ് ഡിഫറൻസ് സാധാരണ ഞാൻ പറഞ്ഞല്ലോ ഒരു 80% വരുന്ന നോർമൽ പീപ്പിളിന് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അവർക്ക് ഈ പറഞ്ഞ 80% അല്ലെങ്കിൽ പറഞ്ഞ ഒരു 80% എങ്കിലും അവരുടെ പോക്കറ്റിനകത്തൊട്ട് സേവിങ്സ് കിട്ടട്ടെ എന്നെനിക്ക് തോന്നണം. അതിപ്പോൾ ഈ കമ്പി ഉപയോഗിച്ചുകൊണ്ട് വന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ജനലിനടിക്കുന്ന കമ്പി ഇത് ഉപയോഗിക്കാം ആൾട്ടർനേറ്റീവായിട്ട്. ഇതിൻ്റെ റൗണ്ട് ബാസ് ഉപയോഗിക്കാം, ശരിയല്ലേ? ജനലിൻ്റെ ഫ്രെയിംസിനകത്ത് ഉപയോഗിക്കുന്ന കമ്പി നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ അത് പറ്റും. എന്തിനു വേണ്ടി ഉപയോഗിക്കാം? ജനലിൻ്റെ കമ്പിയില്ലേ നമ്മുടെ അതിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും അത്. അതൊന്ന്. പിന്നെ നമ്മുടെ ഈ നിങ്ങൾ തന്നെ ഇപ്പം ഈ ഓരോ കബോർഡ്സുകളൊക്കെ ചെയ്യുന്നുണ്ട് ചിക്കൻ മെഷൊക്കെ വെച്ചിട്ട്. പകരം നിങ്ങൾ 2 mm 3 mm നിങ്ങളുടെ റീബാസ് എടുക്കാമല്ലോ, അത് മതി. തുരുമ്പിക്കത്തില്ല, പൊളിഞ്ഞു പോകത്തില്ല. അത് മാർക്കറ്റിൽ ഇഷ്ടംപോലെ ഇഷ്ടം പോലെ ഉണ്ട്. തുടങ്ങിയത്. ഞങ്ങളിത് വെച്ച് കിണറിൻ്റെ റിങ് തൊടികളിൽ ഉണ്ടാക്കാറുണ്ട്, വലിയ കിണറുകൾക്ക് വേണ്ടിയിട്ട്. അതും ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ ഇരുന്ന് റെഗുലറായിട്ട് എടുത്ത് ഉപയോഗിക്കും. എടുത്തു, കാരണം ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴല്ലേ എടുക്കാൻ തുടങ്ങുന്നത്. തീർച്ചയായിട്ടും അത് കണക്റ്റഡായിട്ട്, അതായത് ഉപയോഗിക്കാൻ തുടങ്ങിയ ആൾക്കാർ വീണ്ടും വീണ്ടും വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഈസിനെസ്സും ഉപയോഗത്തിൻ്റെ ഇതും കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ടെക്നോളജി കിട്ടിക്കഴിഞ്ഞാൽ അവരത് ഉപയോഗിച്ച് തുടങ്ങും. പക്ഷേ ഒരു ഫാർ ബിയോണ്ട് കഴിഞ്ഞാൽ അത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാധനമാണിത്. കാരണം മറ്റേ കമ്പിയുടെ കണക്ക് ഒരു ഡിഫ്ലക്ഷനോ അല്ലെങ്കിൽ അന്നേരം തന്നെ ഡിഫോം ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഇല്ല ഇതിന്. പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. GFRBക്കുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റിലേക്ക് നേരത്തെ തന്നെ ഡിസൈൻ ചെയ്ത് ബെൻഡ് ചെയ്ത് കൊണ്ടുവരണം. യെസ്. പക്ഷേ കമ്പിക്ക് അങ്ങനെയല്ല, അവിടെ വെച്ച് ചെയ്യാം. എന്നാൽ നമ്മൾ വെളിരാജ്യങ്ങളിൽ പോയി നോക്കിയേ, ഈ C1ലേക്ക് കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലത്ത് ചിലപ്പോഴൊക്കെ ആംഗിൾ അല്ലെങ്കിൽ ഹൂക്കിംഗ് ബാസ് അല്ലെങ്കിൽ ഹൂക്ക് ബാസ് ഒക്കെ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ബെൻഡ് ബാർ കൊടുക്കേണ്ടി വരും. ഇതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡക്ഷൻ മെഷീൻസ് ഉണ്ട്. അതായത് അവിടെ വെച്ച് തന്നെ ചൂടാക്കാം, അതിനെ അവിടെ വെച്ച് തന്നെ ഒട്ടിച്ചെടുക്കാം. ബെൻഡ് ചെയ്യണമെങ്കിൽ ബെൻഡ് ചെയ്യാം. പിന്നെ തണുക്കാനുള്ള സമയം ഒരു 4 മണിക്കൂർ കൊടുക്കണം, ഇത്രയേ ഉള്ളൂ. കഴിയും. സൈറ്റ് വെച്ച് ബെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പോരായ്മയല്ല, ബെൻഡ് ചെയ്യാം. പ്രോപ്പർ മെഷീൻസ് വേണം. നമ്മളിവിടെ കമ്പി വന്നപ്പോൾ കട്ടിങ്ങിനും ബെൻഡിങ്ങിനും ഒക്കെ മെഷീൻ വരാൻ താമസിച്ച കണക്ക് തന്നെയാണിത്. എന്ന് പോപ്പുലാരിറ്റി വരുന്നു അന്ന് ഇതിൻ്റെ മെഷീൻസ് ഇറങ്ങും. ഉപയോഗം ഉണ്ടെങ്കിലല്ലേ വേറൊരു മെഷീൻ ഇറങ്ങത്തുള്ളൂ, ഇല്ലേ? അപ്പം ആ ഒരു ഇതിനകത്ത് നമുക്ക് ഏത് സാധനത്തിനും, കോളമാണെങ്കിലും ബീമാണെങ്കിലും സ്ലാബാണെങ്കിലും പോസ്റ്റ് ടെൻഷനിങ്ങിനും പ്രീ ടെൻഷനിങ്ങും എല്ലാം ഉപയോഗിക്കാം. പക്ഷേ യൂസേജ് അനുസരിച്ച് ഉപയോഗിക്കുക. വേണ്ടാത്തതിന് എടുത്ത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഒരു കെമിക്കൽ ബിൽഡിങ് നമുക്ക് ഉപയോഗിക്കാം, ശരിയല്ലേ? ഒരു സീസൈഡ് അല്ലെങ്കിൽ ഒരു കടലിൻ്റെ നടുക്കിരിക്കുന്നൊരു ബിൽഡിങ്, അല്ലെങ്കിൽ പോട്ടെ ഒരു വാച്ച് ടവർ യൂസ് ചെയ്യാം. നമുക്ക് ഷിപ്പിൻ്റെ ഡോക്ക് ചെയ്യുന്ന സ്ഥലത്ത് യൂസ് ചെയ്യാം. അവിടെ എല്ലാം നമുക്ക് കമ്പിക്ക് വരെ ഉപയോഗിക്കാം. കാരണം എന്ത്, അവരുടെ കോസ്റ്റ് അല്ലെങ്കിൽ ആ മെയിൻ്റനൻസ് കോസ്റ്റ് നോക്കുമ്പോൾ ഇതാണ് ലാഭം. കാരണം ഇതിന് മെയിൻ്റനൻസ് ഇല്ല, റെസ്റ്റ് ഇല്ല, കണ്ടക്ഷൻ അല്ലെങ്കിൽ ഇൻഡക്ഷൻസ് ഒന്നുമില്ല. സാധാരണക്കാരൻ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ കൊള്ളിയാൻ പിന്നിപ്പം BLDC ഫാനൊക്കെ അടിച്ച് പോകുന്നത്, ഇൻഡക്ഷൻ കറണ്ട്. തീർച്ചയായിട്ടും ഇതിന് ഇൻഡക്ഷൻസും ഇല്ല, നോൺ മാഗ്നറ്റിക് ആണ്. പ്രോപ്പർട്ടീസ് ഒരുപാടുണ്ട്. പക്ഷേ ഏറ്റവും നല്ല പ്രശ്നം തന്നെ ഇതിൻ്റെ എൻവറോൺമെൻറ്റൽ എഫക്റ്റിനെ കുറിച്ച് സാറിന് എന്താണ് അഭിപ്രായം? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പോസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ ചടങ്ങാണ്. അതൊരു ബുദ്ധിമുട്ടുള്ള കേസ് തന്നെയാണ്. ഇതിനെ റീസൈക്കിൾ ചെയ്യുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള കേസ് അല്ല. അത് ഈ സാറ് പറഞ്ഞ പോലെ തന്നെ മെറ്റീരിയൽ മാർക്കറ്റിൽ വന്നു കഴിയുമ്പോൾ അതിൻ്റെ റീസൈക്ലിങ്ങും വരും. അത് തന്നെയാണ് ഞാൻ പറയാൻ വന്നത്. നമുക്കൊരു മാർക്കറ്റ് തുറന്നെങ്കിലല്ലേ അടുത്ത മാർക്കറ്റിലേക്കുള്ള ഒരു ചുരുക്ക് നടത്താൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഒരു സാധനം പുതുതായിട്ട് വന്നു, ആർക്കും വേണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആരും അതിനെക്കുറിച്ച് അനങ്ങത്തില്ല. ഒരു സാധനം വന്നു, അതൊരു പ്രശ്നമാവും തോന്നിക്കഴിഞ്ഞാലല്ലേ ഉള്ളൂ അതിന് ബദലായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരത്തുള്ളൂ. അല്ല, ഞാനൊരു ജേർണലിൽ പഠിച്ചിരുന്നത് ഇത് പൗഡർ ആക്കിയിട്ട് അത് ബ്രിക്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതിനെ തിരിച്ച് പൗഡർ ആക്കിയിട്ട് നമുക്ക് ഇതിനെ ബ്രിക്സ് തന്നെ ആക്കണമെന്നില്ല. ഈ സെയിം പൗഡേഴ്സിനെ തന്നെ ഈ നമ്മൾ ഈ എപ്പോക്സി നമ്മൾ ഡിസ്കാർഡ് ചെയ്ത സാധനങ്ങൾ നമ്മൾ കൊണ്ടുവന്ന് ഇതിനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എപ്പോക്സി ബ്ലോക്സ് ആക്കാം, ഷീറ്റ്സ് ആക്കാം. പ്ലൈവുഡ് കണക്കുള്ള ഷീറ്റ്സ് ആക്കി മാറ്റാം. ഇതിൻ്റെ ഏറ്റവും വേസ്റ്റേജ് ഇത് തന്നെ നമുക്ക് വുഡിന്, അതായത് നമ്മുടെ ഡോസിന്, വിൻഡോസിന്, അതിൻ്റെ ഷട്ടേഴ്സിന് ഉപയോഗിക്കാം, സീലിംഗ് ചെയ്യാൻ യൂസ് ചെയ്യാം. അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വേസ്റ്റേജ് എടുത്ത് വേറൊരു ബിൽഡിങ്ങിൻ്റെ ന്യൂ കോൺക്രീറ്റിൽ ഫൈബറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ അവിടെയും പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് റെസിൻ കണ്ടൻ്റ് ഉണ്ട് കുറച്ച്. യെസ്, അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്നത്, അതായത് പോളിവിനൈൽ ഉപയോഗിക്കുന്നുണ്ട്, മറ്റേ മെഷുകൾ ഉപയോഗിക്കുന്നുണ്ട്, കാർബൺ ഫൈബേഴ്സിൻ്റെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം അതിനകത്ത് വരുന്നുണ്ട്, ഇല്ലെന്നല്ല, എല്ലാത്തിനകത്തും എല്ലാം ഉണ്ട്. എവിടെ എന്തിനെ എന്നുള്ളതാണ് ഇതിനകത്ത് ചോദ്യം. അതനുസരിച്ചായിരിക്കണം മാർക്കറ്റ് ഉണ്ടാവേണ്ടത്, അതനുസരിച്ചായിരിക്കണം ഈ പ്രോഡക്ട്സുകൾ വെളിയിൽ വരേണ്ടത്. ഞാൻ കണ്ടത് വെച്ചൊരു 10-14 കമ്പനികൾ കണ്ടതിനകത്ത് നിങ്ങളുടെ പ്രോഡക്ട്സ് ഇത്ര അഡ്വാൻസ്ഡ് ആവാനുള്ള കാര്യം ഇത് തന്നെയാണ്. ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മറ്റുള്ളതെല്ലാം ഒരു 2 times ടെൻസൈൽ സ്ട്രെങ്ത് കൂടുതൽ തരുന്ന സമയത്ത് എനിക്ക് 3 times or more. സാർ ഇതെല്ലാം ചെയ്യുന്നത് സ്വന്തം ഈ ടെസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞില്ലേ, ഞാൻ ടെസ്റ്റ് ചെയ്യാൻ മെനക്കെടാൻ നടക്കാതെ ചിലപ്പോൾ കുട്ടികളുണ്ട്, ഈ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുന്നതും BTech MTech ഒക്കെ ചെയ്യുന്ന കുട്ടികളുടെ പ്രോജക്ട്സുകളുണ്ട്. അവരെ കൊണ്ട് പ്രോജക്ട്സ് എടുക്കും, പുതിയതല്ലേ എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് എടുപ്പിക്കും. അവരും പഠിക്കട്ടെ, പുതിയ എഞ്ചിനീയേഴ്സ് അങ്ങനെയല്ലേ ഡെവലപ്പ് ആവേണ്ടത്. അവർ ഓരോ മെറ്റീരിയൽസിനെ കുറിച്ച് റിസർച്ച് ചെയ്യുമ്പോഴല്ലേ അവർക്ക് അതിനെക്കുറിച്ച് ഇൻട്രസ്റ്റ് വരത്തുള്ളൂ. എങ്കിലല്ലേ അതിൻ്റെ ഫ്ലോസും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. പ്രോസ് ആൻഡ് കോൺസ് നമുക്ക് തിരിച്ചറിയണ്ടേ. അവിടെയാണല്ലോ എൻ്റെ വിജയം ഇരിക്കുന്നത്.
അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ആൾട്ടർനേറ്റീവ് മെറ്റീരിയൽസ് നമുക്ക് കളവെടുക്കാൻ പറ്റുള്ളൂ. അതായത് നമുക്ക് ഒരു റീപ്ലേസ്മെൻറ്റ് കൊണ്ടുവരാൻ പോലും പറ്റുള്ളൂ. ഇത് പിന്നെ എല്ലാവരും പറയും ഇത് റീപ്ലേസ്മെൻറ്റ് TMT അങ്ങനെയൊന്നും ബാധിക്കില്ല, മാറ്റാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇന്ത്യയുടെ മോണുമെൻ്റ് ഉണ്ട്, ഇന്ന് വരെ തുരുമ്പിക്കാത്തൊരു സാധനം ഡൽഹിയിൽ, ഒരു സ്തൂപം യെസ്. ഇന്ന് വരെ തുരുമ്പിച്ചിട്ടുണ്ടോ? സാർ? നമ്മുടെ ഒരു അയൺ പില്ലറുണ്ട് നമുക്ക്. ഓക്കെ. ഓക്കെ, ആ അയൺ പില്ലർ ഇതുവരെ തുരുമ്പിച്ചിട്ടുണ്ട്. അയൺ പില്ലർ എന്ന് തന്നെ അറിയപ്പെടുന്നത്. തുരുമ്പിച്ചിട്ടുണ്ടോ? അത് ഇല്ല. വർഷങ്ങളായി. നമ്മൾ അതേ കണക്കൊരു അവിടെ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു കമ്പി എടുത്തുകൊണ്ടെന്ന് വെച്ച് നോക്കിയേ. നമ്മളിവിടെ നമ്മുടെ വീടുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു കമ്പി എടുത്ത് ഒരു ഇത്രയും കൊല്ലം ഒന്ന് എടുത്ത് വെച്ച് കാണിക്കാൻ പറ്റുമോ? 5 കൊല്ലം കഴിയുമ്പോൾ ദ്രവിച്ച് ഇങ്ങനെ വീടിന് ഒടിഞ്ഞ് വീഴുന്നതാണ്. ക്വാളിറ്റിയാണ് മെയിൻ പ്രശ്നം. അല്ല, മെറ്റീരിയൽ യൂസേജ്, മെറ്റീരിയൽ ചൂസ് ചെയ്യുന്നതും അത് എങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നുള്ള മാർക്കറ്റിങ്ങിനകത്ത് വരുന്ന പ്രശ്നങ്ങളാണ് ക്വാളിറ്റി. നമ്മൾ ട്രസ്റ്റ് ചെയ്തപ്പോൾ ആ ട്രസ്റ്റിൻ്റെ മേളിൽ നിന്ന് കളിക്കുന്നതാണ് ഇത്രയും. നമ്മൾ പറയുന്നത് കമ്പി തുരുമ്പിക്കില്ല. പണ്ട് കാലത്തെ കമ്പിയൊക്കെ എടുത്ത് നോക്കി ഇപ്പോഴും തുരുമ്പിക്കാതിരിക്കുന്നതാണ്. ഏതെങ്കിലുമൊക്കെ ബിൽഡിങ്ങിൻ്റെ വെളിയിലോട്ട് തെളിഞ്ഞിരിക്കുന്നതാണ് ഒരു 10 കൊല്ലം മുമ്പുള്ളതൊക്കെ ഇപ്പോഴും തുരുമ്പിക്കാതിരിക്കുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ തെർമോ മെക്കാനിക്കലി ട്രീറ്റഡ് ബാസ് എന്തുകൊണ്ട് പെട്ടെന്ന് തുരുമ്പിക്കുന്നു? ഈവൻ എപ്പോക്സി കോഡ് വരെ ചിലപ്പോഴൊക്കെ തുരുമ്പിക്കുന്നതാണ്. ഓക്കെ സാറേ, ലാസ്റ്റായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് സാർ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, 80% എന്ന് പറഞ്ഞു. ആരെയാണ് സാർ ഈ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ FRP അല്ലെങ്കിൽ FGCയിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്? ഞാൻ ഫോക്കസ് ചെയ്യുന്നത്, നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ഫോക്കസ് ചെയ്യുന്ന കണക്ക് വീടില്ലാത്ത സാധാരണക്കാരെയാണ്. സാധാരണക്കാരനെ അവനൊരു ടാർപ്പ എടുത്ത് ഒരു ടെൻറ്റ് കെട്ടി താമസിക്കാൻ പോലും മടിയില്ല ഒരു വീട് വയ്ക്കാൻ. ശരിയല്ല, ഒരു വീട്ടിൽ കിടക്കാനുള്ള ആഗ്രഹം അതാണ്. അവൻ ചിലപ്പോൾ 1 ലക്ഷമോ 2 ലക്ഷമോ 3 ലക്ഷമോ എമൗണ്ട് തുച്ഛമായിരിക്കും. അപ്പോൾ അത് വെച്ച് കൺസിഡർ ചെയ്യാൻ ചെല്ലുമ്പോൾ നമ്മൾ ചെന്നിട്ട് പറയും എൻ്റെ പ്രോഡക്റ്റ് മേടിക്കൂ, എൻ്റെ പ്രോഡക്റ്റ് മേടിക്കാൻ. ഓരോ മാർക്കറ്റിലേക്കുള്ള ഓരോ പ്രോഡക്റ്റുകളാണ് നമ്മൾ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണിക്കുന്നത്. ശരിയല്ലേ? ഒരു ആൾട്ടർനേറ്റീവ് എന്നുള്ള രീതിയിലല്ല, ഒരു പുതിയ പ്രോഡക്റ്റ് നിങ്ങളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന കണക്ക് ഗുണമുണ്ട്, ഇന്ന കണക്ക് ഗുണമുണ്ട്. ആര് പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഉപയോഗം ഉണ്ടെന്നുള്ളത്? കമ്പി പണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കറിയാം കമ്പി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. മണൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനം മണൽ കിട്ടാതായപ്പം സാൻഡ് അതിൻ്റെ ബഹളം എന്തായിരുന്നു? ഇപ്പം അതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് മാത്രം ഉപയോഗിക്കുന്നു. പക്ഷേ അവിടെ ആൾട്ടർനേറ്റീവ് ആരും നോക്കുന്നില്ല. GGBS ഉള്ളത് നോക്കുന്നില്ല. ഈ പറഞ്ഞ സിലിക്ക ബോട്ടിൽസ് പൊടിക്കുന്നത് സിലിക്ക അത് കിട്ടുന്നുണ്ട്, അത് യൂസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്? അതൊരു ബിസിനസ് ആക്കാൻ പറ്റുന്നതാണ്. നമുക്ക് വ്യവസായങ്ങൾ വരും ഇവിടെ. അതും ആരും കൺസെപ്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ എഞ്ചിനീയേഴ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ വ്യവസായം തന്നെ വളരെ കൂടുതൽ ഒരുപാട് കാര്യങ്ങളുണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ പറയുന്ന ആ 80% എന്ന് പറയുന്ന സാധാരണക്കാരെ മാത്രമാണ് ഞാൻ ഇതിൽ കൂടെ ലക്ഷ്യമിടുന്നത്. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു വലിയ കമ്പനി പറഞ്ഞ കണക്ക് കെമിക്കൽ പ്ലാന്റൊന്നും ആരും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഒരു സാധാരണക്കാരൻ ഉണ്ടാക്കുന്ന ഒരു വീടാണ്. അവന് കോളും ഫുട്ടിങ്ങും സ്ട്രക്ചറും ഒന്നും അതിന് ആവശ്യം വരുന്നില്ല. സാധാരണ ഒരു ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ ഒരു വീട് വയ്ക്കാം. ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, കോൺക്രീറ്റിനും ബാക്കിയുള്ളതിനുമാണ്. അവിടെ നിങ്ങൾ ആൾട്ടർനേറ്റീവായിട്ട് ഈ സാധനം ബാർ ഉപയോഗിച്ചോളൂ, നിങ്ങളുടെ കോസ്റ്റ് അവിടെ കുറയും. കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് കുറയ്ക്കാൻ പകരം നിങ്ങൾ ഫില്ലർ സ്ലാബ് യൂസ് ചെയ്തോളൂ. ആൾമോസ്റ്റ് കമ്പിയുടെ ക്വാണ്ടിറ്റിയും കുറയും. നല്ല എന്താ പറയുന്നത്, നമ്മുടെ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. യെസ്, അതൊരു റോബസ്റ്റ് ഡിസൈനും ആയിരിക്കും. നിങ്ങൾക്ക് നല്ലൊരു ആംബിയൻസ് ഉണ്ടായിരിക്കും വീടിന് താമസിക്കാൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും ഫില്ലർ സ്ലാബ്സ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക്. അല്ലെങ്കിൽ ഓട് വെച്ച് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ചിരട്ട വെച്ച് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ കംപ്രസീവ് സ്ട്രെങ്ത് കുറയും. ഈ ഫൈബർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ കണക്കാണ് ഡക്റ്റിലിറ്റി, ആ പ്രശ്നം ഒഴിവാകും. കാരണം കോൺക്രീറ്റിന് കംപ്രസീവ് സ്ട്രെങ്ത് കൂട്ടുന്നത് തിക്നസ് കൂട്ടിയാൽ മതി. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെയും അച്ചീവ് ചെയ്യാം. തിക്നസ് കൂട്ടുമ്പോൾ കോൺക്രീറ്റ് കൂടുതൽ ഞാൻ ചോദിച്ചില്ല, അതിന് വേറെ ഫില്ലർ യൂസ് ചെയ്താൽ മതി, ഫില്ലർ സ്ലാബ്സ് യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് നോർമൽ ഒരു മനുഷ്യൻ ഒരു വീട് വെച്ച് പാപ്പരാവുന്നതിലും ഭേദം വീട് വെച്ച് അതിനകത്ത് ഒരു മനസ്സമാധാനത്തോടെ ജീവിക്കുക. എൻ്റെ കൺസെപ്റ്റ് അതേ ഉള്ളൂ. അപ്പോൾ ആ 80% വരുന്ന സാധാരണക്കാരന് വേണ്ടി മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. റെസിഡൻഷ്യൽ ബിൽഡിംഗ് മാത്രം നിങ്ങൾ എടുത്താൽ മതി. അത് മാത്രം എടുത്താൽ നിങ്ങൾ ഇവിടത്തേക്ക് ഇൻഡസ്ട്രിക്ക് റെവല്യൂഷൻ തന്നെ കൊണ്ടുവരാൻ പറ്റും. കാരണം ഒരു ആൾട്ടർനേറ്റീവ് വന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ഇൻക്രീസ് ചെയ്യും. ഇൻഫ്രയ്ക്കുള്ള സാധനങ്ങളുടെ വില കുറയും. കാരണം മറ്റ് സാധനങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവർ ഉപയോഗിച്ചെങ്കിലല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങോട്ട് വില കുറയും. നമ്മുടെ തന്നെ കാശ് നമുക്ക് തിരിച്ചു കിട്ടും, ആവശ്യമില്ലാതെ ചിലവാക്കുക. ഓക്കെ സാർ, അപ്പം സാറിൻ്റെ ഏറ്റവും വലിയ അറിവുകൾ ഞങ്ങൾക്ക് വേണ്ടി പകർന്നു തന്നതിന് നന്ദി. നമസ്കാരം.